ഹലോ ഗുഡ് ഈവനിങ്. സോ നമ്മുടെ DTSൻ്റെ അടുത്ത ലൈവിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഡോപ്പ ടെസ്റ്റ് സീരീസിന് നമ്മൾ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ ടെസ്റ്റ് കഴിയുമ്പോഴും അതിൻ്റെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ വെക്കാറുണ്ട്, T&D എന്ന് പറയുന്ന സാധനം. സോ T&Dയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യം പഠിപ്പിക്കലാണ്. നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നാവുന്ന ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ് എന്ന് പറഞ്ഞ സാധനം. ഫിസിക്സ് ഡിഫിക്കൽട്ടായത് ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായതുകൊണ്ടല്ല. ആക്ച്വലി നമ്മുടെ സ്റ്റഡി മെത്തേഡിൽ ദെയർ ആർ സം പ്രോബ്ലംസ് ഇൻ ഫിസിക്സ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം കാണാത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 20 ക്വസ്റ്റ്യൻ DTSൽ നമ്മൾ എല്ലാ 3 ദിവസം കൂടുമ്പോൾ ടെസ്റ്റ് നമ്മൾ നടത്തും. അത് കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഡിസ്കസ് ചെയ്യാന്നുള്ള കാര്യം വെക്കും. സോ ബൈ ദ എൻഡ് ഓഫ് നമ്മുടെ ഈ ഒരു നീറ്റിൻ്റെ പ്രിപ്പറേറ്ററി ടൈം പീരീഡ് കഴിയുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അടിപൊളിയായിട്ട് ഈ സാധനങ്ങൾ തീർക്കും എന്നുള്ളതാണ് കാര്യം. സോ ഇന്നത്തെ ലൈവിൽ എൻ്റെ കൂടെ വന്നിട്ടുള്ള എല്ലാ കൂട്ടുകാരെയും നമ്മൾ ലൈവിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. എല്ലാവരും ഒരു ഹായ് പറയുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം. സോ ഇന്നത്തെ ഫിസിക്സിൻ്റെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. സോ നമ്മൾ ഓൾറെഡി ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞാണ്. ഞാൻ തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം കെമിസ്ട്രിയുടെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു ജൂനിയർ ആഷിഖിനെ നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. സോ അടിപൊളിയായിട്ട് തന്നെ ആഷിഖ് സാർ എനിക്ക് ഡിസ്കസ് ചെയ്ത് തന്നു വിചാരിക്കുന്നുണ്ട് സൊല്യൂഷൻസ്. അതുപോലെ തന്നെ എല്ലാ ചാപ്റ്ററിലും ലൈക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. എവിടെ ഒരു ഹായോ ഹലോ എന്ന് പറയാനൊന്നും ആളില്ലല്ലോ. ഒരു ഹായ് ഹലോ ഒക്കെ പറഞ്ഞു, നമ്പർ ഓഫ് വ്യൂവേഴ്സോ സാധനങ്ങളൊന്നും സാധനമില്ല. നിങ്ങൾ നിൽക്കുന്ന ആൾക്കാർ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ അടിപൊളിയായിട്ട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതനുസരിച്ചിട്ട് നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ പോവാം, ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഒന്ന് പറഞ്ഞു. ആരോ പറഞ്ഞു ജസീം ഒഫീഷ്യൽ. ഹായ് ജസീം, ഒഫീഷ്യൽ അക്കൗണ്ട് ആണ് അല്ലേ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല. സോ ഒഫീഷ്യൽ ജസീം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നമ്മുടെ DTSൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് പറഞ്ഞ എക്സാം ഇന്നലെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ 8 മണി മുതൽ രാത്രി 11:30 വരെ എല്ലാ കുട്ടികൾക്കും, ഡോപ്പയിലുള്ള കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് അവൈലബിൾ ആണ്. നെക്സ്റ്റ് എക്സാം വരാൻ പോകുന്നത് അടുത്ത ദിവസം 3 ദിവസം ഞാൻ പറഞ്ഞു തരാനകത്ത്. പക്ഷേ ഇന്നലെ നടന്ന എക്സാമിനകത്ത് ഫുൾ മാർക്ക് 80 ഔട്ട് ഓഫ് 80 മാർക്ക് ചെയ്തിട്ട് ഫുൾ സ്കോർ ചെയ്ത ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. അവരെ സഫ വന്നല്ലോ, സഫ വന്നു, മുസ്തഫ വന്നു. സോ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം. സോ അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് വന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും 80 വാങ്ങിയ ആൾക്കാരാണ്. അതിനകത്ത് അനൂദി ഫാത്തിമ KT റിപ്പീറ്റേഴ്സ്, കാലിക്കറ്റിലുള്ള ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലുള്ള കുട്ടിയാണ്. ആൻഡ് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് ഫോർ അനൂദി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കുറേ ആൾക്കാരൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കാണാറുള്ള പേര്. അതാ ഒരാൾ ഫിസിക്സിൻ്റെ ഒരു എക്സാമിന് ഫുൾ അടിച്ചിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഇന്നത്തെ ഒരു സങ്കടം അറിയോ, ഡോപ്പയിൽ പഠിക്കാത്ത അല്ലെങ്കിൽ ഡോപ്പയിൽ ഇല്ലാത്ത കുട്ടികൾ ആരും നമ്മുടെ ഡോപ്പ സ്റ്റുഡൻസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ടോപ്പിൽ വന്നിട്ടുള്ള റുസ്ദ ഷെറിൻ എയിംസ് ഗേൾസിലെ കുട്ടിയാണ്, സന എയിംസ് ഗേൾസിലെ കുട്ടിയാണ്, നഫീസ കൻസ എയിംസ് ഗേൾസിലെ കുട്ടിയാണ്, മുഹമ്മദ് ഖലീൽ റിപ്പീറ്റേഴ്സ് ഓൺലൈൻ ബാച്ചിലെ കുട്ടിയാണ്, ആൻഡ് റന ഫാത്തിമ എയിംസ് ഗേൾസിലെ കുട്ടിയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ, ഡോപ്പയിലെ കുട്ടികളെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും പുറത്തുനിന്ന് വന്നിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്ന് വെച്ചാൽ ശരിക്കും സങ്കടമാണ്. കാരണം വെച്ചാൽ കേരളത്തിലുള്ള ബാക്കി നീറ്റ് ആസ്പിരൻസും കൂടി വരട്ടെ, നമ്മുടെ കുട്ടികളെല്ലാവരും അടിപൊളിയായിട്ട്. അത്ര എളുപ്പമുള്ള ക്വസ്റ്റൻസ് ഒന്നും ആയിരുന്നില്ല, കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷേ സ്റ്റിൽ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് അനൂദി, ജസ്റ്റ് ബിക്കോസ് നിങ്ങളുടെ പേര് ഞാൻ ആദ്യമായിട്ടാണ് ഈ ലിസ്റ്റിൽ ആദ്യമായിട്ട് കാണുന്നത്, അതുകൊണ്ടാണ് വന്നത്. ആൻഡ് ദേ സ്കോർ ലൈക്ക് എത്ര 80 മാർക്കും സ്കോർ ചെയ്ത ആൾക്കാരാണ്. ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ശരിയാക്കിയ ആൾക്കാരാണ്. സോ ശ്രീലക്ഷ്മി, മുന്നോട്ട് പോയാലോ, തുടങ്ങാം. ആർ യു റെഡി? നമുക്ക് ഓരോരോ സാധനങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ ചെറിയൊരു റിമൈൻഡർ ഉണ്ട്. ഡോപ്പയുടെ മെന്റർഷിപ്പ് ചാനലുണ്ട്. ഡോപ്പയിൽ ലൈക്ക് ബേസിക്കലി ഞാനാണ് ചെയ്യാറുള്ളത്. ഞങ്ങൾ നിങ്ങളായിട്ട് കണക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ ചെറിയ വീഡിയോസ് ആയിട്ട് ഈ ചാനൽ വരാറുണ്ട്. എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചെറിയൊരു സ്ക്രീൻഷോട്ട് എടുക്കുക, QR കോഡ് സ്കാൻ ചെയ്യുക, എന്നിട്ട് നേരെ വാട്സപ്പ് വഴി വന്നാൽ മതി. വാട്സപ്പ് ചാനലാണ്, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ കിട്ടും. കഴിഞ്ഞ 1 മാസമായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സ് നിങ്ങൾക്ക് അതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടാനുണ്ട്. സോ ഡെഫിനറ്റ്ലി കയറി നോക്കുക, യു വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് തിങ്. ആൻഡ് ഇൻ 2 days, ജസ്റ്റ് 2 days അടുത്ത ഫ്രൈഡേയിൽ യു വിൽ ബി ഹാവിംഗ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഇതുണ്ട്. ആൻഡ് ദിസ് ചാപ്റ്റർ ഈസ് എ സ്ട്രോങ് വെപ്പൺ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇത് വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് ഇതിനകത്ത് നീറ്റിന് ചോദിക്കാവുന്ന ക്വസ്റ്റൻസ് എന്ത് തന്നെ ആയിരുന്നാലും ശരിയാക്കേണ്ടതുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഐ വിൽ ബി കമ്മിങ് ഓൺ ഡിസ്കഷൻ. ഫ്രൈഡേ ആണ് എക്സാം. രാവിലെ 8 മണി മുതൽ 11:30 വരെ രാത്രി സമയമുണ്ട്. ഡോപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്ത എല്ലാവർക്കും, ഫോർ ഓൾ സ്റ്റുഡൻസ് കേട്ടോ, ഓൾ സ്റ്റുഡൻസ്, നോട്ട് ഓൺലി ഡോപ്പ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇതിനകത്ത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ജസ്റ്റ് ഡോപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മുന്നോട്ടേക്ക് പോവുക. ആൻഡ് അവിടെ ഡോപ്പ ടെസ്റ്റ് സീരീസിൽ ടെസ്റ്റ് സെഷനിൽ നോക്കുക, ടെസ്റ്റ് സീരീസിൻ്റെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എക്സാം അവിടെ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ടാവും. ഈ പറയുന്ന ഫ്രൈഡേ രാവിലെ അത് ആക്റ്റീവ് ആവും. അപ്പോൾ നിങ്ങൾക്ക് അത് എക്സാം എഴുതാം. ആൻഡ് നെക്സ്റ്റ് ഡേയിൽ വി വിൽ ബി ഡിസ്കസിങ് ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് ആ ക്വസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടാവും. ആൻഡ് മെന്റർഷിപ്പ് ചാനലിനെ പറ്റി ഒരു പ്രാവശ്യം കൂടി റിമൈൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ സെറ്റിലേക്ക് നമുക്ക് കിടക്കാം. സോ ചാപ്റ്ററിൻ്റെ പേര് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം. സോ ഒന്നാമത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുകയാണ് കേട്ടോ. അതിനകത്ത് എന്താ പറയുക, ഒന്നാമത്തെ ചോദ്യം നോക്കി നോക്കുക. ഓരോരോ ചോദ്യങ്ങളായിട്ട് തന്നെ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 small spheres are carrying a charge Q are placed r meter apart. If one of the spheres are taken around the other in a circular path of radius r,
ദ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കാണുമ്പോൾ തന്നെ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാ ചോദിക്കുന്നത്, മുസ്തഫ ആത്തിക്കൽ, വൗ സാർ ഹൗ യു സ്പിന്നിങ് ദാറ്റ് പെൻ. ഇത് ഫിസിക്സ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ തന്നെയാണ്. ദിസ് ഈസ് കംസ് ബൈ ഓൺലി പ്രാക്ടീസ്. അടിപൊളിയായിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഐ വാസ് എ റിപ്പീറ്റർ. ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അത് ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്, കഥകൾ കുറേ ഉണ്ട്. പക്ഷേ സ്റ്റിൽ അന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഫിസിക്സ് ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാരലലി ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ലൈക്ക് ഇറ്റ്സ് ബീൻ 10 years ഐ ആം സ്പിന്നിങ് ദിസ് പെൻ, നോട്ട് ഓൺലി പെൻ, വാട്ട് എവർ ദ തിങ്സ് ദാറ്റ് ഈസ് കമ്മിങ് ടു മൈ ഹാൻഡ്. ലൈക്ക് ഇപ്പോൾ ഒരു റിമോട്ടാണെങ്കിൽ ആ റിമോട്ട് ഇതുപോലെ ഇങ്ങനെ കറങ്ങി, ഈ റിമോട്ട് കറങ്ങി നിലത്ത് വീഴുന്നില്ല. പക്ഷേ അതിനൊന്നും എന്തായാലും ചിലപ്പോൾ ഫോണോ സാധനങ്ങളോ വടിയോ സ്റ്റിക്കോ ഒക്കെ കറങ്ങലുണ്ട്. വട്ടെവർ അത് പോട്ടെ, അവിടെ ആരോ ചോദിച്ചു. സോ നമുക്ക് നോക്കാം എന്തായാലും അടിപൊളിയായിട്ട്. സോ ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു നോക്കിയാൽ, സോ 2 small spheres each are carrying a charge Q are placed r meter apart. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം അത് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതാണ്. എങ്ങനെ വിഷ്വലൈസ് ചെയ്യുക, ഇതിനെങ്ങനെ നമുക്കിത് കാണാൻ പറ്റുക. കാണാൻ പറ്റില്ലെങ്കിൽ ഐ വിൽ ബി ടെല്ലിങ് വി ക്യാൻ ഡ്രോ ഇറ്റ്. ലൈക്ക് നമുക്കൊന്ന് വരയ്ക്കാൻ വേണ്ടി നോക്കാം. വിഷ്വലൈസേഷൻ നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ യു ക്യാൻ ഡ്രോ ഇറ്റ്, അതൊന്ന് വരച്ച് നോക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, രണ്ട് ചെറിയ സ്ഫിയേഴ്സ് ഉണ്ട്, ഓരോന്നിനും ഓരോ ചാർജ് ഉണ്ട്. ക്യൂ എന്നുള്ള ചാർജാണുള്ളത്. ആർ പ്ലേസ്ഡ് 6 meter അപ്പാർട്ടിലാണ് വെച്ചിട്ടുള്ളത്. ആൻഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ, അത് ഇപ്പുറത്ത് വരച്ച് നോക്കാം അല്ലേ. അപ്പോൾ ഒരു സ്ഫിയർ ഉണ്ട്, ഈ സ്ഫിയറിനകത്ത് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. വേറൊരു സ്ഫിയർ ഉണ്ട്, അതിനകത്ത് ക്യൂ എന്ന് പറഞ്ഞ ചാർജർ ഉണ്ട്. ഇത് രണ്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 6 meter ദൂരത്തിലാണ് വെച്ചിട്ടുള്ളത്. ആൻഡ് അവരെന്താ പറഞ്ഞത്, ഇഫ് വൺ ഓഫ് ദ സ്ഫിയർ, ഒരു സ്ഫിയർ എടുത്തിട്ട് മറ്റേ സ്ഫിയറിൻ്റെ ചുറ്റും ഇങ്ങനെ കറക്കുക, ഒരു സർക്കുലർ പാത്തിൽ അതിനിങ്ങനെ കറക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ, അതിന് എത്ര വർക്ക് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഈ അതേ 6 റേഡിയസിൽ ഈ സ്ഫിയറിനെ ഇവിടെ കറക്കി ഇവിടെ കൊണ്ടുവന്ന് അടുത്ത സ്ഫിയറിനെ വെച്ചു, ഇവിടെ വെച്ചു. അല്ലെങ്കിൽ ഇതിനെ കറക്കിയിട്ട് നമ്മൾ ഇവിടെ വെച്ചു, എവിടെ വേണമെങ്കിലും വെക്കാം കേട്ടോ, ഇഷ്ടമുള്ള പൊസിഷനിലേക്ക് ഇത് വെക്കാം. പക്ഷേ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതേ റേഡിയസിൽ ഇത് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വർക്ക് ഡൺ എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നാണ്. സോ ബേസിക്കലി നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ വർക്ക് ഡൺ എന്ന് പറയുന്ന സാധനം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തിയറി നമുക്കൊന്ന് ജസ്റ്റ് പഠിച്ചു തന്നു കഴിഞ്ഞാലോ. അതിൻ്റെ തിയറി എന്താണെന്ന് വെച്ചാലടാ, ഇതിനകത്ത് എപ്പോഴാണെങ്കിലും വർക്ക് ഡൺ എന്ന് പറഞ്ഞ സാധനം, നിങ്ങൾ ബേസിക്കലി പറയണേ, വർക്ക് ഡൺ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് വെച്ചാൽ, വർക്ക് ഡൺ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ഒരു ഫൈനൽ പൊസിഷൻ. അതായത് ഇപ്പോൾ നമുക്ക് ഇതായിരുന്നു എൻ്റെ ഇനീഷ്യൽ പൊസിഷൻ അല്ലേ, ദിസ് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഇതായിരുന്നു. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഇപ്പോൾ എന്താ പറയുക ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞ സാധനം ഇതാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഫൈനൽ പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജിയും ഇനീഷ്യൽ പൊസിഷനിൽ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അതാണ് അതിൻ്റെ എന്താ പറയുക വർക്ക് ഡൺ എന്ന് പറയുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ലൈക്ക് വർക്ക് ഡൺ. ഇത് ഏത് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചാണെന്നറിയോ, വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞ സാധനം, വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സാധനമാണ്. സോ നോക്കിക്കോട്ടോ, സോ ഇവിടെ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി ലൈക്ക് നോക്കിക്കോട്ടോ, ഇവിടുത്തെ യു ഫൈനൽ, പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ, ഇവിടെ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി യു ഇനീഷ്യൽ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ അപ്പോൾ നമ്മുടെ യു ഫൈനലും മൈനസ് യു ഇനീഷ്യൽ നോക്കി കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് വാട്ട് ഈസ് ദ വർക്ക് ഡൺ എന്നുള്ള കാര്യം കിട്ടും. സോ എങ്ങനെയാണ് മക്കൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കണക്കൂട്ടുക, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് നമ്മൾ കണക്കൂട്ടുക നമുക്കറിയാൻ പറ്റും. ഇവിടെ ഒരു ചാർജ് ക്യൂ, ഇവിടെ ഒരു ചാർജ് ക്യൂ, സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ആർ. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയായിരുന്നു നമുക്കറിയാൻ പറ്റും, പൊട്ടൻഷ്യൽ യു ഈസ് ഈക്വൽ ടു എത്ര പറയാം 1/4πε0 ഇൻറ്റു Q1 and Q2 അല്ലേ, നമുക്കറിയാൻ പറ്റും അല്ലേ, Q1 and Q2 by R ഇതാണതാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ വരുന്ന സാധനം ഉണ്ടാവുക, ഇനീഷ്യൽ പൊട്ടൻഷ്യൽ. ആൻഡ് ഫൈനൽ പൊട്ടൻഷ്യൽ എത്ര വരുന്നുണ്ടാവുക നോക്കിക്കോ, സെയിം സാധനം ഇവിടെ നോക്ക്, R എന്നല്ലേ വരുന്നത് നോക്ക്, 1/4πε0 ഇൻറ്റു Q1 and Q2, അതായത് Q1 Q2 സെയിം തന്നെയാണ്, QQ by R എന്നുള്ളത് വരുന്നത്. ഇവിടെ എന്താ നമുക്ക് മനസ്സിലാവും നോക്കി, ഈ സർക്കുലർ പാത്തിൽ ഇതിങ്ങനെ എത്ര നേരം കറങ്ങി കഴിഞ്ഞാലും അതിൻ്റെ ഇനീഷ്യലി ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ് ഫൈനലി ഉണ്ടായ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ വർക്ക് ഡൺ കാണാൻ വേണ്ടിയിട്ട് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി നിന്ന് ഫൈനൽ പൊട്ടൻഷ്യൽ നിന്ന് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി കുറച്ച് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ഗെറ്റിംഗ്, യു വിൽ ബി ഓൾവേസ് ഗെറ്റിംഗ് സീറോ തന്നെ കിട്ടുള്ളൂ. അതായത് ഒരു സാധനത്തിനെ അതിൻ്റെ ചുറ്റും അതേ സർക്കിളിൽ അതേ റേഡിയസിൽ എത്ര എങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കാനും അതിന് എഫക്റ്റീവായിട്ട് വർക്ക് ഡൺ വേണ്ട, ബിക്കോസ് അവിടെ പൊട്ടൻഷ്യൽ എനർജിയിൽ ചേഞ്ച് ആവുന്നില്ല എന്നുള്ളതാണ് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് നോക്കിയേ. ദിസ് ഈസ് എ ബേസിക് ഐഡിയ. വർക്ക് ഡൺ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഫൈനൽ പൊസിഷനിലുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് ഇനീഷ്യൽ പൊസിഷനിലുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി കുറച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് വർക്ക് ഡൺ എന്നുള്ള സാധനം. അപ്പോൾ ഇത് അറിയില്ലാത്ത ആൾക്കാർ ഇതൊന്ന് എഴുതി വെച്ചോ. ഇതിൻ്റെ പേര് വർക്ക് എനർജി തിയറം എന്നാണ്. വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിക്കോ, ഒരു ചാർജ്, അതായത് ഇതാ ഇവിടെ ഇരിക്കുന്ന ഒരു ചാർജ്, വേറൊരു ചാർജ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ സർക്കുലർ പാത്തിൽ എവിടെ എങ്ങനെ കറക്കി കഴിഞ്ഞാലും നമുക്കറിയാം അല്ലേ, എങ്ങോട്ട് നോക്കിയാലും ഇതിൻ്റെ ഡിസ്റ്റൻസ് ചാർജ്
മാറുന്നില്ല, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറുന്നില്ല. അതുകൊണ്ട് ഏത് പോയിന്റ് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജീസ് സെയിം ആയതുകൊണ്ട് അവിടെ വർക്ക് ഡൺ വിൽ ബി 0 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഉണ്ടോ? ഇല്ലല്ലോ, ഉറപ്പല്ലേ? നമ്മൾ അടുത്തതിലേക്ക് പോവാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഇക്വേഷൻസ് നമുക്ക് എഴുതി നോക്കണം, എന്തെങ്കിലും തിയറി അറിയാമെങ്കിൽ എഴുതി നോക്കണം. ആൻഡ് അത് വിൽ ബി സോൾവിങ് ഇറ്റ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ അല്ലേ? അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കിക്കോട്ടോ. ദ കൈനറ്റിക് എനർജി ഓഫ് എൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജീനെ പറ്റിയിട്ടാണ് അവർ ചോദിക്കുന്നത്. ആക്സിലറേറ്റഡ് ഇൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 100 വോൾട്ടേജ് അല്ലെങ്കിൽ 100 വോൾട്ടിൽ നമ്മൾ ആക്സിലറേറ്റ് ചെയ്തിട്ടുള്ള 100 വോൾട്ട് ഈസ് എന്നുള്ളതാണ് കേട്ടോ. വോൾട്ട് കഴിഞ്ഞൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈസ് വരുന്നത്. സോ വോൾട്ട് ഈസ്, അതായത് 100 വോൾട്ടിൽ ആക്സിലറേറ്റ് ചെയ്തു ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. നമുക്ക് ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഇലക്ട്രോണിൻ്റെ നമ്മൾ കടത്തി വിട്ടു. എങ്ങനെയാണ് കടത്തി വിട്ടത്? ഒരു സ്ഥലത്തൂടെ കടത്തി വിട്ടു. അവിടെ എന്തുണ്ടായിരുന്നു? 100 വോൾട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒന്ന് സംഭവിക്കും, ഡെഫിനറ്റ്ലി ഇലക്ട്രോണിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി എത്രയാണെന്നുള്ള കാര്യം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇപ്പോൾ ഇവിടെ വരച്ച പോലെ തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്ന സാധനം. നമുക്കറിയാൻ പറ്റും ഇതായിരുന്നു ഇതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലെ, ഇത് ഇനീഷ്യൽ ആയിരുന്നു. അതുകൊണ്ട് ഇത് ഇത്ര ഇങ്ങോട്ട് കടത്തി വിട്ടു, ഇങ്ങോട്ടേക്ക് അത് ഫൈനലി ഫൈനൽ പൊസിഷനിലേക്ക് നമ്മൾ ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഇതിന് കുറച്ച് എനർജി കൂടിയിട്ടുണ്ടാവും. അത് എത്രയാണെന്നുള്ള കാര്യം കണക്കൂട്ടാൻ വേണ്ടി ചോദിച്ചാൽ എങ്ങനെ കണക്കൂട്ടാൻ മക്കളെ? നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. സോ ഇവിടെ സെയിം പ്രിൻസിപ്പിളാണ് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത അതേ ക്വസ്റ്റിൻ്റെ സാധനമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കറിയാൻ പറ്റും എനർജിയിൽ എത്ര വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്നുള്ള ചോദിക്കാം. അപ്പോൾ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യം, ഇതിനകത്ത് എത്ര വർക്ക് ചെയ്തു എന്നുള്ള കാര്യം കണ്ടുപിടിച്ചാൽ പോരെ. വർക്ക് ചെയ്ത് എത്രയാണോ അത് തന്നെയായിരിക്കും അതിൻ്റെ എനർജിയിൽ ഉണ്ടായിരുന്ന ഡിഫറൻസ് വരുന്നുണ്ടാവുക. നമ്മളിപ്പോൾ പറഞ്ഞ വർക്ക് എനർജി തീരം തന്നെ സെയിം സാധനം തന്നെയാണ് ഉണ്ടാവുക. എങ്ങനെയാണ് വർക്ക് കണ്ടുപിടിക്കുക? ഒരു സാധനത്തിൻ്റെ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതാ ഇക്വേഷൻ മക്കളെ? പറഞ്ഞോ. വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് W ഈസ് ഈക്വൽ ടു എത്ര വരുന്നുണ്ടാവുക? Q ഇൻറ്റു വി എന്നാണ് പറയുക. എന്താ പറയുക? Q ഇൻറ്റു വി. Q എന്താ സാധനം? Q ചാർജ് ആണ്. വി എന്താണ്? വോൾട്ടേജ് ഡിഫറൻസ് ആണ് വി എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഒരു ചാർജിനെ ഇത്ര വോൾട്ടേജ് ഡിഫറൻസിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ചെയ്ത വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഇൻറ്റു വോൾട്ടേജ് ഡിഫറൻസ് ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ എന്തിനാണ് കടത്തി വിട്ടത്? ഒരു ഇലക്ട്രോണിനെയാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് Q എത്രയാണെന്ന് അറിയോ? ഇത് പഠിച്ചു വെക്കാം. 1.6 ഇൻറ്റു 10⁻⁻⁹ എന്നുള്ളതാണ് ഈ ഇലക്ട്രോണിൻ്റെ ചാർജായിട്ട് വരുന്നുണ്ടാവുക. വി എത്രയാണ് തന്നിട്ടുള്ളത്? വി തന്നിട്ടുണ്ട് 100 വോൾട്ട് തന്നിട്ടുണ്ട്. എളുപ്പമല്ലേ? വർക്ക് ഡൺ കണ്ടുപിടിക്കാം. വർക്ക് ഡൺ ഇവിടെ എത്ര വരുന്നുണ്ടാവും? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു നോക്കിക്കോട്ടോ, Q ഇൻറ്റു വി ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻⁻⁹ ഇൻറ്റു വി. വി എത്രയാ? വി 100 അല്ലേ? 100 അല്ലേ? നോക്കിയേ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയേ? വളരെ എളുപ്പമല്ലേ? നോക്കിയേ. 1.6 ഇൻറ്റു 10⁻⁻⁹ ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 10⁻². അപ്പോൾ എത്ര വരുന്നുണ്ടാവുക? 1.6 ഇൻറ്റു 10⁻⁻17 എന്നാണ് ഇതിൻ്റെ വർക്ക് ഡൺ വരുന്നുണ്ടാവുക. ഇതേ വർക്ക് ഡൺ ആയിരിക്കും അതിൻ്റെ എന്തായിട്ട് മാറിയിട്ടുണ്ടാവുക? കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നുണ്ടാവുക. സോ ചേഞ്ച് ഇൻ വർക്ക് അല്ലെങ്കിൽ വർക്ക് ചെയ്തതിന് അതിൻ്റെ എനർജി ആയിട്ട് ഗെയിൻ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ എനർജി ചേഞ്ച് ചെയ്യുന്നതിനാണ് വർക്കായിട്ട് മാറുന്നുണ്ടാവും. സോ വർക്ക് ഈസ് ഈക്വൽ ടു എനർജി, എനർജി ഈസ് ഈക്വൽ ടു വർക്ക് എന്നുള്ള വർക്ക് എനർജി തിയറാണ് നമ്മൾ ഇവിടെ അത് ചെയ്തിട്ടുള്ളത്. ആൻസർ വിൽ ബി കമ്മിങ് 1.6 ഇൻറ്റു 10⁻⁻17. എവിടെ വരുന്നത് ആൻസർ? എവിടെ? അത് ഒന്നാമത്തെ ഓപ്ഷൻ കണ്ടോ? ഒന്നാമത്തെ ഓപ്ഷൻ കണ്ടോ? മനസ്സിലാവുണ്ടല്ലോ മക്കളെ? ക്ലിയർ ആണോ എന്ന് ആലോചിക്കേ. കൺഫ്യൂഷൻസ് ആണെന്നില്ല. ആരോ പറഞ്ഞല്ലോ, ദേവിക അതിൽ വ്ലോഗ് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്. സോ കുറേ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഹായ് പറയാ, ഉഷാറാക്കുക. നമ്മൾ ഒരു അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. സോ നോക്കിക്കോട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഒരു നൈസ് ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? ഇതെങ്ങനെയാണെന്നുള്ള കാര്യം. സോ ഇവിടെ ചില സംഖ്യകളും സാധനങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇവരോട് പറയുകയാണേ 27 ഡ്രോപ്സ് ഓഫ് വാട്ടർ ഓഫ് ദ സെയിം സൈസ്, അതായത് 27 വെള്ളത്തുള്ളികളുണ്ട്, വാട്ടർ ഡ്രോപ്സ് ആർ ഈക്വലി ആൻഡ് സിമിലർലി ചാർജ്ഡ്. അതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിലും സിമിലർ ആയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 27 വെള്ളത്തുള്ളികളാണ്, ഓരോന്നിനും ചെറിയ ചാർജ് ഉണ്ട്. ദേ ആർ ദെൻ യുണൈറ്റഡ് ടു ഫോം എ ബിഗ്ഗർ ഡ്രോപ്പ്. ഈ 27 കൂടെ കൂടി ചേർന്നിട്ട് വലിയൊരു ഡ്രോപ്പായിട്ട് മാറി. ബൈ വാട്ട് ഫാക്ടർ വിൽ ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ചേഞ്ചസ്? അങ്ങനെയാണെങ്കിൽ ഈ ഇനീഷ്യൽ ഉണ്ടായിരുന്ന കുഞ്ഞി തുള്ളീൻ്റെ പൊട്ടൻഷ്യലും ഫൈനലി ഉണ്ടായിരുന്ന വലിയ തുള്ളിയുടെ പൊട്ടൻഷ്യലും തമ്മിലുള്ള വ്യത്യാസം എത്ര ടൈംസ് ആയിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് വിഷ്വലൈസേഷൻ ആണ്. നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇമാജിൻ ചെയ്താൽ മതി. ഇതിങ്ങനെ വരച്ച് വേണമെങ്കിൽ വരച്ച് കണ്ടുപിടിക്കുക. 27 തുള്ളി വരക്കുക, എല്ലാം കൂടി ജോയിൻ ചെയ്യിപ്പിക്കുക, എന്നിട്ട് വലിയൊരു തുള്ളി വരക്കുക. നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാമല്ലോ, 27 കുഞ്ഞു തുള്ളികളുണ്ടായിരുന്നു, എല്ലാം കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം നമുക്ക് ചെയ്ത് നോക്കാം. 27 തുള്ളികളല്ല ഉണ്ടായിരുന്നത്. അപ്പോൾ 27 തുള്ളിയിൽ ആദ്യം ഒരു കുഞ്ഞു തുള്ളി, ഒരൊറ്റ കുഞ്ഞു തുള്ളി വരച്ചേക്കും, ഒരു ചെറിയ വാട്ടർ ഡ്രോപ്പ് കേട്ടോ. അപ്പോൾ ഈ ചെറിയ വാട്ടർ ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? എളുപ്പമല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഓൾറെഡി ഇക്വേഷൻ അറിയാം അല്ലേ? 1/4πε0 എന്നുള്ള സാധനത്തിന് ഞാൻ K എന്ന് എടുക്കാം, കൂളംസ് കോൺസ്റ്റന്റ് K എന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ V is equal to K എന്ന് പറഞ്ഞാൽ 1/4πε0 ഇൻറ്റു ഇതിനകത്തുള്ള ചാർജ് എത്രയാണെന്ന് പറഞ്ഞാൽ Q അല്ലേ പറഞ്ഞത്? Q ആ പറഞ്ഞത്. ഇതിൻ്റെ റേഡിയസ് എത്രയായിരുന്നു? R ആണ്. സോ ഇറ്റ് വിൽ ബി Q/R. ഇതാണ് ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു വാട്ടർ ഡ്രോപ്പിൻ്റെ എന്ത് പറയുക പൊട്ടൻഷ്യൽ എന്ന് പറയുക. U is equal to K Q/R. ഇത് ഓക്കെ ആണല്ലോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ശരി. ഇനി ഇതുപോലത്തെ 27
എണ്ണം കൂട്ടിച്ചേർന്നു ഇൻറ്റു 27 ഡ്രോപ്പുകൾ കൂട്ടിച്ചേർന്നിട്ട് വിൽ ബി മേക്കിംഗ് എ ബിഗ് ഡ്രോപ്പ് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതിന് പുതിയൊരു റേഡിയസ് ആയിരിക്കും ഉണ്ടാവുക, പുതിയൊരു ആറായിരിക്കും ഉണ്ടാവുക. ഉറപ്പാണ്, കൺഫ്യൂഷൻ ഒന്നും പാടില്ലേ. ഇതിന് പുതിയ ആറായിരിക്കും. ആൻഡ് ഇതിനകത്ത് എത്ര ചാർജ് ഉണ്ടാവും എന്ന് വെച്ചാൽ ഒരെണ്ണത്തിൽ ഒരു ക്യൂ ഉണ്ടായിരുന്നെങ്കിൽ 27 എണ്ണം കൂടുമ്പോൾ 27 ക്യൂ ചാർജ് ഉണ്ടാവും. ഉറപ്പല്ലേ? 27 ക്യൂ ചാർജ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എത്രയായിരിക്കും അത് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഞാൻ എഴുതി നോക്കുകയാണെങ്കിൽ, ഇതേപോലെ ഒരു ഇക്വേഷൻ എഴുതി നോക്കുകയാണെങ്കിൽ U is equal to എങ്ങനെ വരുന്നുണ്ടാവുക? K കൂളംസ് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഇവിടെ വരുന്നത് 27 ക്യൂ ആണ് ടോട്ടൽ ചാർജ് ഉണ്ടാവുക, ഡിവൈഡഡ് ബൈ 6 വരുന്നുണ്ടാവും. ഈ 6 ഡിഫറെൻറ്റ് ആറാണ്. ഇവിടെ ഇത് കുഞ്ഞ് ആറായിരുന്നെങ്കിൽ, ഇവിടെ ഒരു സ്മോൾ ആറായിരുന്നെങ്കിൽ, ഇവിടെ ഒരു ക്യാപിറ്റൽ ആറാണ് വന്നത്. അപ്പോൾ ഈ 6 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? നമുക്ക് വോളിയം വെച്ചിട്ട് ആലോചിച്ച് നോക്കാം. ഇവിടെ നോക്ക്, ഇവിടുത്തെ വോളിയം, ഈ കുഞ്ഞ് ഡ്രോപ്പിൻ്റെ വോളിയം എത്രയായിരുന്നു അറിയോ? നമുക്കറിയാം അല്ലേ, 4/3. എങ്ങനെ വരിക? ഒരു സ്ഫിയർ അല്ലേ, 4/3 പൈ ആർ ക്യൂബ് ഇങ്ങനെയല്ലേ വരുന്നത്. 4/3 പൈ ആർ ക്യൂബ് ആയിരുന്നു ഇവിടുത്തെ സാധനം. സ്മോൾ ആർ 4/3 പൈ ആർ ക്യൂബ് ആയിരുന്നു. ഇങ്ങനത്തെ 27 എണ്ണം കൂടി ചേർന്നപ്പോഴാണ് ഇവിടെ സാധനം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വോളിയം എത്രയായിരിക്കും? ഇവിടുത്തെ വോളിയം നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും 27 ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഇതിൻ്റെ ഇക്വേഷനിൽ, ഈ ക്യാപിറ്റൽ ആറിൻ്റെ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് 4/3 പൈ ക്യാപിറ്റൽ ആർ ക്യൂബ് എന്ന് എഴുതാൻ പറ്റൂലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ 4/3 പൈ ഇവിടെ ക്യാൻസൽ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റും ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു 27 സ്മോൾ ആർ ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ 6 കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടെയും ക്യൂബ് റൂട്ട് എടുക്കുക, ഇവിടെയും ക്യൂബ് റൂട്ട് എടുക്കുക. 27ൻ്റെ ക്യൂബ് റൂട്ട് വന്നു കഴിഞ്ഞാൽ എത്ര വരുന്നുണ്ടാവുക? 3 വരുന്നുണ്ടാവുക. ആർ ക്യൂബിൻ്റെ കോൾ റൂട്ട് 6 വരുന്നുണ്ടാവുക. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു 3R എന്ന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് ഇവിടെ 3R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഐ വിൽ ബി ഗെറ്റ് എങ്ങനെ കിട്ടുന്നുണ്ടാവുക? K ഇൻറ്റു 27Q ഡിവൈഡഡ് ബൈ 3R എന്ന് കിട്ടുന്നുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ഇത് ഞാനൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 27/3 എനിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 9 ആണ് 27/3 ഇൻറ്റു KQ/R ആണല്ലോ അല്ലേ? എന്താ KQ/R എന്ന് നോക്കിയാൽ മക്കളെ? KQ/R നമ്മുടെ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇതല്ലേ KQ/R? സെയിം സാധനമാണ്. അപ്പോൾ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് തിങ്. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി കെയിം ആസ് 9 ഇൻറ്റു ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള രൂപത്തിലേക്ക് വരും. സോ അതിന് നമുക്ക് എന്താ ചെയ്തത്? പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഇതിനകത്ത് നോക്കി ഇതിൻ്റെ ടോട്ടൽ ചാർജ്, ഇവിടെ ഒരെണ്ണത്തിൻ്റെ ചാർജ് Q ആണെങ്കിൽ ഇതിൻ്റെ ടോട്ടലിൻ്റെ ചാർജ് 27 Q ആയിരിക്കും എന്ന് മനസ്സിലായി. ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ് സ്മോൾ ആർ ക്യൂബ് ആണെങ്കിൽ വലുതിൻ്റെത് 27 ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് ആണെന്ന് മനസ്സിലാക്കി. അതിനകത്ത് നമ്മൾ ഈ റേഡിയസിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തു. അത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴത്തേക്കും വി വിൽ ബി ഗെറ്റിംഗ് ദിസ് തിങ്. ഇത് ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാം. ഞാനിത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരും. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സാധനം കൃത്യമായിട്ട് സോൾവ് ചെയ്ത് നോക്കുക. നിങ്ങൾ തന്നെ ഇരുന്നിട്ട് സ്വന്തമായിട്ട്, ഇതിപ്പോൾ ലൈവ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്നിരുന്നിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എൻ്റെ കൂടെ ഇങ്ങനെ ചെയ്തിട്ട് കിട്ടി സാർ റെഡിയാണ് എന്ന് പറഞ്ഞു പോകുന്നതിനേക്കാളും അടിപൊളിയാണ് നമുക്ക് ഈ രൂപത്തിലേക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ദ ആൻസർ വിൽ ബി ലൈക്ക് 9 ടൈംസ് ആയിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക. റെഡിയാണോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? റെഡിയാണല്ലോ അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്നാണ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ വരുന്നുണ്ടാവുക? പാരലൽ പ്ലേറ്റ് കണ്ടൻസർ എന്ന് പറഞ്ഞാൽ സെയിം സാധനമാണ്. അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ് പറഞ്ഞത്? 15 മൈക്രോ ഫാരഡെ ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും ആർക്ക്? ഈ ഒരു കപ്പാസിറ്ററിന്. ഇവർക്ക് എന്താ ചെയ്തത്? അതിൻ്റെ ഇവിടെ നോക്ക്, അതിൻ്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഈസ് 6 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 സെൻറ്റിമീറ്റർ. നമുക്കറിയാലേ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് ഇങ്ങനെ ഉണ്ടാവും, അടുത്ത പ്ലേറ്റ് ഇങ്ങനെ ഉണ്ടാവും. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അവർ പറഞ്ഞത് 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത് ആണല്ലോ അല്ലേ? സോ നമുക്കിത് ഇങ്ങനെ വരച്ച് നോക്കാം. ഫസ്റ്റ് തിങ് മക്കളെ, ഫിസിക്സിൻ്റെ ഫസ്റ്റ് തിങ് ഇമാജിനേഷൻ ചെയ്യുക. എന്താ പറയുക, അതിനൊന്ന് വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റൻസ് എത്രയാണ് പറഞ്ഞത്? 15 മൈക്രോ ഫാരഡേ ആണ് പറഞ്ഞത്. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഈസ് റെഡ്യൂസ് ടു 2 സെൻറ്റിമീറ്റർ. ഈ രണ്ട് പ്ലേറ്റുകളും സെയിം പ്ലേറ്റുകൾ തന്നെ ഇതിങ്ങനെ എടുത്തിട്ട് അടുത്ത് വെക്കാണ്. അതായത് ഇതിൻ്റെ ഡിസ്റ്റൻസ് 2 സെൻറ്റിമീറ്റർ ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമാണ്. അതിന് നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് തിയറി അറിയണം. വാട്ട് ഈസ് ദ കപ്പാസിറ്റൻസ് എന്നുള്ള ഇത് അറിയണം. നമ്മൾ പറയാം കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ C അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ സാധനം വിൽ ബി ടെല്ലിംഗ് ഇറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ദ പ്ലേറ്റ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് എന്നാണ് പറയുക. നമ്മൾ അതിൻ്റെ ഈ ഇക്വേഷൻ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഇഫ് ഐ എം ടേക്കിംഗ്, എൻ്റെ ഫോൺ ഇങ്ങനെ ടിങ് 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 ഒച്ച ഏൽപ്പിക്കുന്നുണ്ട്. ഞാനൊന്ന് സൈലൻ്റ് ആക്കി വെക്കട്ടെ. ശരി. സോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇങ്ങനെ പറയാം. ഇതിന് ഇക്വേഷൻ ഞാനൊരു ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഐ വിൽ ബി റൈറ്റിംഗ് ദ എപ്സിലോൺ എന്നുള്ള സാധനം. ഇവിടെ എപ്സിലോൺ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പെർമിയബിലിറ്റി ആണ് വരുന്നുണ്ട്. അപ്പോൾ C is equal to എപ്സിലോൺ A/D എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇതാണ് ശരിക്കുള്ള ഇക്വേഷൻ കേട്ടോ. ഇക്വേഷൻ അറിയില്ലാത്ത ആൾക്കാർ എഴുതിയെടുത്തോ. C is equal to എപ്സിലോൺ A/D എന്നാണ് പറയുന്നുണ്ടാവുക. സോ ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും C the capacitance എന്താ പറയുക? C the capacitance is inversely proportional to the
ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഞാനിതിന് രണ്ട് ഇക്വേഷനായിട്ട് എഴുതാൻ വേണ്ടി ഇപ്പോൾ വിചാരിച്ചോ. ഇപ്പോൾ ഇനീഷ്യലി ഉണ്ടായിരുന്നത് C1 ആണ്. C1 ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു D1. ഇനി അടുത്തുള്ള C2 ആണ്. C2 ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു D2. ഇങ്ങനെയല്ല ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്താൽ വാട്ട് ഐ വിൽ ബി ഗെറ്റിംഗ് പറഞ്ഞോ മക്കളെ, നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്ത് പഠിക്കണം കേട്ടോ. ഈ C1/C2 എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഐ വിൽ ബി ഗെറ്റിംഗ് C1/C2 ഈസ് ഈക്വൽ ടു D1/D2 ആണോ കിട്ടുക? അല്ല, തിരിഞ്ഞിട്ടാണ് കിട്ടുക അല്ലല്ലോ അല്ലേ, D2/D1 എന്ന് കിട്ടും. ഇങ്ങനെയല്ല കിട്ടുന്നുണ്ടാവുക. യെസ്, ദിസ് ഈസ് ദ തിങ്. ഇത് നമുക്ക് എങ്ങനെ കിട്ടിയ ഈ ക്വസ്റ്റൻ എടുത്താട്ടോ, വളരെ സിമ്പിളായിട്ട് ഈ ക്വസ്റ്റൻ എടുത്താണ് നമുക്കിങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം. ഇനി എന്താ ചെയ്യാമെന്നറിയോ, D1/D2 എന്നാ പറയാം. നമുക്ക് ഓരോ സാധനങ്ങൾ എഴുതി നോക്കാം. നമുക്ക് നമ്മളിപ്പോൾ ഇമാജിൻ ചെയ്തു, നമുക്ക് അറിയുന്ന തിയറി നമ്മൾ എഴുതി വെച്ചു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തെഴുതുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ക്വസ്റ്റ്യൻ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തെഴുതാൻ നേരത്തിട്ട് ഐ വിൽ ബി റൈറ്റിംഗ് ലൈക്ക് C1, ആദ്യത്തെ C1 15 മൈക്രോ ഫാരഡേ ആയിരുന്നു ആണല്ലോ അല്ലേ. C2 അറിയില്ല, C2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. D1 എത്രയായിരുന്നു? D1 6 സെൻറ്റിമീറ്റർ ആയിരുന്നു, 6 സെൻറ്റിമീറ്റർ. ആൻഡ് D2 അവിടെ ക്വസ്റ്റ്യൻ 2 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇത്ര തന്നിട്ടുണ്ട്, ഇനി സോൾവ് ചെയ്താൽ പോരെ, എളുപ്പമാടാ. നോക്കിക്കോ, C1/C2 എന്ന് പറഞ്ഞാൽ 15/C2 ഈസ് ഈക്വൽ ടു D2 എത്ര? D2 2 ബൈ D1 എത്രയാ? 6. ഇതാണ് സാധനം. ഇനി C2 കണ്ടുപിടിച്ചാൽ പോരെ, വെറുതെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ C2 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 15 × 6 ഈസ് ഈക്വൽ ടു 2 × C2 എന്ന് വരും. അപ്പോൾ C2 ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, 15 × 6 ഡിവൈഡഡ് ബൈ 2 ഇങ്ങനെ വെട്ടിയാൽ 3, 15 × 3 45 മൈക്രോ ഫാരഡേ എന്ന് ഉത്തരം വരും. ആണോ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? ആലോചിച്ച് നോക്കിക്കേ. സോ ബേസിക്കലി നമ്മളതിൻ്റെ തിയറി അറിഞ്ഞിരിക്കുക. ദ capacitance of a capacitor, it is directly proportional to the area of the plates and inversely proportional to the distance between the plates. So C is equal to epsilon A/D എന്നുള്ള കാര്യം എടുക്കുക. അപ്പോൾ C1/C2 എന്നുള്ള സാധനം എടുത്തു കഴിഞ്ഞാൽ we will be getting D2/D1 because C is inversely proportional to D. കിട്ടിയോ? മനസ്സിലാവാനുണ്ടോ കുട്ടികളെ? ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് ഈ സാധനം. പക്ഷേ ഇത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ you will be getting answer. And നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ C ലെവലിലേ ഉണ്ടാവുള്ളൂ. I will be telling നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ C ലെവലിലേ ഉണ്ടാവുള്ളൂ. But you have to understand how it will be doing. കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ? കൺഫ്യൂഷൻസ് ഉണ്ടോ? ആലോചിച്ച് നോക്കിയിട്ട് പറയണേ. കൺഫ്യൂഷൻസോ കാര്യങ്ങളോ സാധനങ്ങളോ ഒന്നും ഉണ്ടാവരുത്. ആലോചിച്ച് നോക്കിയിട്ട് പറയണം. എന്നിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? പടപടാന്ന്. അയ്യോ, സമയം പോകുന്നുണ്ട്. ഇത്ര സമയം എടുക്കാൻ പാടില്ല അല്ലേ. ഞാൻ കുറച്ചും കൂടി സ്പീഡിൽ സാറ് ക്വസ്റ്റ്യൻ ചെയ്യണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മക്കൾ ആ ഒരു രൂപത്തിലേക്ക് ചെയ്യുള്ളൂ. മക്കളെ ഒറ്റ കാര്യം പറഞ്ഞുതരാം. ഫിസിക്സ് എന്ന് പറഞ്ഞ സാധനം നമ്മളിങ്ങനെ രസത്തിൽ ചെയ്ത് പോകാന്നുള്ളതാണ്. ആസ് മച്ച് ആസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നു അത്രയും നിങ്ങൾ ബെറ്റർ ആവും. എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യണം. അതിന് ചെയ്യണമെങ്കിൽ ആദ്യം വിഷ്വലൈസ് ചെയ്യേണ്ടി വരും, ഇമാജിൻ ചെയ്യേണ്ടി വരും, ഇക്വേഷൻസ് എഴുതേണ്ടി വരും, റിലേഷൻസ് കണ്ടുപിടിക്കേണ്ടി വരും, എന്നിട്ട് അത് ചെയ്യേണ്ടി വരും. ഇതെങ്ങനെ ചെയ്യുക? ചെയ്ത് പഠിക്കും. ഇതൊരു ക്വസ്റ്റ്യൻ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പണ്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ടാവും. ഇതിനകത്ത് പറയുന്നത് 4 പ്ലേറ്റുകൾ 1, 2, 3, 4 4 പ്ലേറ്റുകളുണ്ട്. ഇതുപോലെ കണക്ട് ചെയ്തേക്കുക. അതായത് 1ഉം 3ഉം എയിലേക്ക് കണക്റ്റഡ് ആണ്, 2ഉം 4ഉം ബിയിലേക്ക് കണക്റ്റഡ് ആണ്. ഇക്വലൻറ്റ് കപ്പാസിറ്റി അക്രോസ് എ ആൻഡ് ബി വിൽ ബി. ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് എത്രയാണ് വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ നോക്കുന്ന സമയത്ത് യു ഹാവ് ടു നോ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരേ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. സെയിം ഡിസ്റ്റൻസ് D ആണ് ഓരോന്നിൻ്റെ ഇടയിലുള്ളതെന്നുള്ള കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ യു വിൽ ബി ഫൈൻഡിങ് ദാറ്റ് ഇതൊരു പ്ലേറ്റ്, ഞാനിവിടെ വരയ്ക്കുന്നത് ഇതൊരു പ്ലേറ്റ്, ഇത് രണ്ടാമത്തെ പ്ലേറ്റ്, ഇതിൻ്റെ നടുവിലൊരു ഡിസ്റ്റൻസ് D. ഇപ്പോൾ ഇതൊരു കപ്പാസിറ്റർ അല്ലേ? ഡെഫിനറ്റ്ലി അതൊരു കപ്പാസിറ്റർ ആണ്. ഇനി നോക്ക്, ഇതൊരു പ്ലേറ്റ്, ഇപ്പോൾ ഈ ബിയിലുള്ള ഇതൊരു പ്ലേറ്റ്, അതുപോലെ തന്നെ ഇത് അടുത്ത പ്ലേറ്റ്, ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇതൊരു ഡിസ്റ്റൻസ് ആണ്, ഇത് രണ്ടാമതൊരു കപ്പാസിറ്റർ ആണ്. ഇവിടെ നോക്കുന്ന സമയത്ത് യു വിൽ ബി ഗെറ്റിംഗ് ഇത് മൂന്നാമതൊരു കപ്പാസിറ്റർ ആണ്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് യു വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദർ ആർ 3 കപ്പാസിറ്റേഴ്സ്, C1, C2, C3 എന്നൊരു കപ്പാസിറ്റർ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ ഇനി നോക്കിക്കോ, ഇതിൻ്റെ ഒന്നാമത്തെ പ്ലേറ്റ് എയിലേക്ക് കണക്റ്റഡ് ആണല്ലോ അല്ലേ. ഈ ഒന്നാമത്തെ C1ൻ്റെ കേട്ടോ, അതിൻ്റെ രണ്ടാമത്തെ പ്ലേറ്റ് ബിയിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ ഉറപ്പാണ് നമുക്കൊരു C1 എന്ന് പറയുന്ന കപ്പാസിറ്റർ ഞാനിങ്ങനെ വരയ്ക്കുകയാണേ. ഇപ്പോൾ ഇത് A എന്നൊരു പോയിൻ്റ് ആണ്, ഇത് B എന്നൊരു പോയിൻ്റ് ആണെങ്കിൽ ഐ ക്യാൻ ഡ്രോ ലൈക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റുന്നത്, ഒന്നാമത്തെ പ്ലേറ്റ് എയിലേക്ക് കണക്റ്റഡ് ആണ്, രണ്ടാമത്തെ പ്ലേറ്റ് ബിയിലേക്ക് കണക്റ്റഡ് ആണ്. ഐ ക്യാൻ റീഡ്രോ ഇറ്റ് ലൈക്ക് ദാറ്റ്. മനസ്സിലാവുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. ആണ്. ഇനി രണ്ടാമത്തെ C2 എന്ന് പറഞ്ഞ കപ്പാസിറ്റർ നോക്കോ, അതിൻ്റെ ഒന്നാമത്തെ പ്ലേറ്റ് ബിയിലേക്ക് കണക്റ്റഡ് ആണ്, രണ്ടാമത്തെ പ്ലേറ്റ് എയിലേക്ക് കണക്റ്റഡ് ആണ്. അതും എനിക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും, ഇത് ഒന്ന് ബിയിലേക്ക് കണക്റ്റഡ് ആണ്, അടുത്തത് എയിലേക്ക് കണക്റ്റഡ് ആണ്. ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ലേ? പറ്റും. ഇനി അടുത്ത് നോക്കിക്കോട്ടോ, C3 മൂന്നാമത്തെ കപ്പാസിറ്റർ, അതിൻ്റെ ഒന്നാമത്തെ പ്ലേറ്റ്, ഇതാണ് ഒന്നാമത്തെ പ്ലേറ്റ് മൂന്നാമത്തെ അല്ലേ, അത് എയിലേക്ക് കണക്റ്റഡ് ആണ്, രണ്ടാമത്തെ പ്ലേറ്റ് ബിയിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ നോക്ക് ഇങ്ങനെ വരും. സോ ദിസ് ഈസ് ദ ആക്ച്വൽ പിക്ചർ ഓഫ് ദാറ്റ് തിങ്. കണ്ടോ? നിങ്ങൾ കണ്ടോ നോക്കിയേ, ഇത് ഒന്നാമത്തെ കപ്പാസിറ്റർ, രണ്ടാമത്തെ കപ്പാസിറ്റർ, മൂന്നാമത്തെ കപ്പാസിറ്റർ. ഈ 3 കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകളും ഇതിങ്ങനെ ഒന്ന് എയിലേക്ക് ഒന്ന് ബിയിലേക്കും കണക്റ്റഡ് ആണ്. സോ ഇതെങ്ങനെ ഈ കണക്ഷൻ്റെ പേരെന്താ മക്കളെ? ഈ 1, 2, 3 എങ്ങനെ സീരീസ് ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ? വളരെ സിമ്പിൾ, ഇത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നിൻ്റെ കപ്പാസിറ്റൻസ് എത്രയായിരിക്കും? ഒന്നിൻ്റെ കപ്പാസിറ്റൻസ് നമുക്കറിയാം അല്ലേ, എപ്സിലോൺ
എ ബൈ ഡി. ഇതാണല്ലോ അതിൻ്റെ ഒരു സാധനം. നമുക്ക് സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യം. പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ കപ്പാസിറ്റൻസ്? പാരലൽ കണക്ഷൻ ആണെങ്കിൽ യു നോ ദാറ്റ് തിങ് സി എന്താ പറയുക, ഒരു ഫൈനൽ സാധനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എഫക്റ്റീവ് സി എന്ന് പറഞ്ഞ സാധനം ദാറ്റ് വിൽ ബി ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. ഇത് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തതിന് നേരെ ഓപ്പോസിറ്റാണ്. റെസിസ്റ്റൻസ് സീരിയൽ ആണെങ്കിൽ 1/R1 ഈസ് ഈക്വൽ ടു 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 അങ്ങനെ വരിക അല്ലേ. കപ്പാസിറ്റൻസ് ആണെങ്കിൽ പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സി എഫക്റ്റീവ് വിൽ ബി ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 എന്നാണ് വരുന്നുണ്ടാവുക. സി എത്രയാ? എപ്സിലോൺ 0 എ ബൈ ഡി. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ സി എഫക്റ്റീവ് എത്രയാണ് വരുന്നുണ്ടാവുക മക്കളെ? ഒന്നിൽ എപ്സിലോൺ 0 എ ബൈ ഡി വരും, പ്ലസ് അടുത്ത എപ്സിലോൺ 0 എ ബൈ ഡി വരും, പ്ലസ് അടുത്ത എപ്സിലോൺ 0 എ ബൈ ഡി വരും. കാരണം എല്ലാത്തിൻ്റെയും ഏരിയയും ഡിസ്റ്റൻസും സെയിം ആയിട്ടാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ആൻസർ? 3 കൂടി 3 എപ്സിലോൺ 0 എ ബൈ ഡി എന്നുള്ളതായിരിക്കും അതിൻ്റെ ഉത്തരം വരുന്നുണ്ടാവുക. വളരെ സിമ്പിൾ അല്ലെന്ന് ആലോചിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ ഒരു കുതന്ത്ര പടം തന്നു കഴിയുമ്പം ആ കുതന്ത്രത്തിൽ നമ്മൾ വീണു പോരുത്. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു അപ്രോച്ച് ഇറ്റ്. എത്ര കപ്പാസിറ്റർ ഉണ്ടെന്ന് നോക്കണം. 1 കപ്പാസിറ്റർ, 2 കപ്പാസിറ്റർ, 3 കപ്പാസിറ്റർ. ഒന്നാമത്തേൻ്റെ ഒരു പ്ലേറ്റ് എയിലേക്ക് കണക്റ്റഡ് ആണ്, ഒന്നാമത്തേൻ്റെ മറ്റേ പ്ലേറ്റ് ബിയിലേക്ക് കണക്റ്റഡ് ആണ്, രണ്ടാമത്തേൻ്റെ ഒരു പ്ലേറ്റ് ബിയിലേക്ക് കണക്റ്റഡ് ആണ്, അടുത്ത പ്ലേറ്റ് എയിലേക്ക് കണക്റ്റഡ് ആണ്. അങ്ങനെ അങ്ങനെ നോക്കാണ്ട് ഓരോന്ന് വരയ്ക്കുക. യു വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് ഐഡിയ. റീഡ്രോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? കൺഷൻ മനസ്സിലാവുന്നുണ്ടോ? പ്രശ്നമോ സാധനങ്ങളൊന്നും ഇല്ലല്ലോ, കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഉത്തരം രണ്ടാമത്തെ ഓപ്ഷനാണ് 3 എപ്സിലോൺ 0 എ ബൈ ഡി എന്നുള്ളതാണ് ഇക്വേഷൻ. സോ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റൻ ആരാ ചെയ്യാൻ നോക്കാം. ഇതും അതേപോലെ കപ്പാസിറ്റൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെയിം ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂശി ശരിയാക്കി എടുക്കാൻ പറ്റും. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വാസ് എയർ ആസ് മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ് ആസ് കപ്പാസിറ്റൻസ് ഓഫ് 10 മൈക്രോ ഫാരഡേ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ടായിരുന്നു, അതിൻ്റെ എയർ ആണ് അതിൻ്റെ നടുവിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റൻസ് എത്രയാണ്? 10 ആണ്. അപ്പോൾ ഇനീഷ്യൽ ഉണ്ടായിരുന്ന കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു 10 മൈക്രോ ഫാരഡേ ആണ് അല്ലേ? 10 മൈക്രോ ഫാരഡേ ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എങ്ങനെ പറയാം? എപ്സിലോൺ 0 എ ബൈ ഡി എന്നുള്ളതാണ് പറയുന്നുണ്ടാവും. ആണല്ലോ അല്ലേ? സി ഈസ് ഈക്വൽ ടു 10 മൈക്രോ ഫാരഡേ, ഇറ്റ് ഈസ് എപ്സിലോൺ 0 എ ബൈ ഡി. അതിനകത്ത് പറയാൻ കേട്ടോ, ദ ഏരിയ ഓഫ് ദ കപ്പാസിറ്റർ ഇസ് ഡിവൈഡ് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ്. 2 ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തു വിത്ത് ഫിൽഡ് വിത്ത് 2 മീഡിയാസ് ഷോൺ ഇൻ ദ ഫിഗർ. അങ്ങനെ പടം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പമായി. കാരണം എന്താ വെച്ചാൽ നമ്മൾ മുഴുവനായിട്ട് എന്ത് ചെയ്യേണ്ട? പഠിക്കേണ്ട. അപ്പോൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ഇത്രയും വലിയൊരു പ്ലേറ്റ്, ഇത്രയും വലിയൊരു പ്ലേറ്റ്, ഇത് രണ്ടും ഇങ്ങനെ കണക്റ്റഡ് ആയിരുന്നു. അതിൻ്റെ നടുവിൽ എയർ ആയിരുന്നു ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ 10 മൈക്രോ ഫാരഡേ ഉണ്ടായിരുന്നത്. ഇനി എന്തെന്ന് വെച്ചാൽ ഇതിനെ രണ്ടായിട്ട് ഹാഫാക്കിയിട്ട് എന്താ ചെയ്തത്? ഒരു ഹാഫിൽ K1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ള ഒരു മെറ്റീരിയൽ നിറച്ചു. K1ൻ്റെ വാല്യൂ എത്രയാണ് തന്നിട്ടുള്ള മക്കളെ? K1ൻ്റെ വാല്യൂ 2 K1 എന്നുള്ള 2 K1 ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ട് നിറച്ചു. രണ്ടാമത്തെ ഹാഫിൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ K2 അടുത്ത ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നിറച്ചു. K2ൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ K2ൻ്റെ വാല്യൂ എത്ര? ഇവിടെ വാല്യൂ തന്നിട്ടുണ്ട്. K2ൻ്റെ വാല്യൂ ഇസ് 4 ആണല്ലോ അല്ലേ? 4 തന്നിട്ടുണ്ട്. K2 ഈസ് ഈക്വൽ ടു 4 തന്നിട്ടുണ്ട്. ഈ സാധനം വെച്ചിട്ട് അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസ് ഓഫ് ദ സിസ്റ്റം വിൽ ബി നൗ. ഇപ്പോൾ എത്രയാകും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ എത്രയാവും എന്നുള്ളതാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ നോക്കിക്കോട്ടോ, ഇവിടെ എന്താ സംഭവിക്കുക? ഇനീഷ്യലി ഇതൊരൊറ്റ കപ്പാസിറ്റർ ആയിരുന്നു. ഇതിൻ്റെ സർഫസ് ഏരിയ A ആയിരുന്നു. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആയിരുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചത് നോക്കി. ഇപ്പോൾ നോക്കുമ്പം ദിസ് ഈസ് ചേഞ്ച്ഡ് ഇൻ ടു 2 ഡിഫറെൻറ്റ് കപ്പാസിറ്റർ. ഇതൊരു കപ്പാസിറ്ററായി, K1 ഉള്ളത് ഒരു കപ്പാസിറ്ററായി. ഇനി അടുത്തത് ഇവിടെ വേറെ നടത്ത് K2 ഉള്ളത് വേറൊരു കപ്പാസിറ്ററായി. ഇവിടെ എന്താ ചേഞ്ച് ആയത്? ഏരിയ ആണോ ഡിസ്റ്റൻസ് ആണോ സെയിം ആയത്? ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്. ഇതിനും സെയിം ആണ്. പക്ഷേ ഇവിടെ ഏരിയ നോക്കി, ഇതിൻ്റെ ഏരിയ A/2 ആയി, ഇതിൻ്റെ ഏരിയ എന്തായി? A/2 ആയി. ഇങ്ങനെയല്ലേ വന്നിട്ടുള്ളത്? ആണ്. ഈ 2 കപ്പാസിറ്റേഴ്സ്, ഇപ്പോൾ ഞാൻ പറഞ്ഞത് 2 കപ്പാസിറ്റർ ഉണ്ടെന്ന്. ഈ 2 കപ്പാസിറ്റർ സീരീസ് ആണോ പാരലൽ ആണോ? അതാണ് സംഭവം. ഈ 2 കപ്പാസിറ്റേഴ്സ് സീരീസ് ആണോ അതോ പാരലൽ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. എങ്ങനെ ചോദിക്കുന്നുണ്ടാവുക നമ്മൾ നോക്കാം കേട്ടോ. ഇപ്പോൾ ഒന്നാമത്തെ കപ്പാസിറ്റർ കേട്ടോ, ഞാനിവിടെ C1 എഴുതി. ഒന്നാമത്തെ കപ്പാസിറ്ററിൻ്റെ ഒരു പ്ലേറ്റ് ഇങ്ങോട്ടേക്ക്, ഇപ്പോൾ ഞാനിവിടെ B എന്ന് എഴുതി, ഇത് ബിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ പ്ലേറ്റ് എയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. കിട്ടുന്നുണ്ടല്ലോ അല്ലേ? C2 എന്ന് പറഞ്ഞ കപ്പാസിറ്റർ ആണെങ്കിലോ ഒരു പ്ലേറ്റ് എയിലേക്കും മറ്റേ പ്ലേറ്റ് B2യിലേക്കോ. അങ്ങനെയാണെങ്കിൽ നോക്കുമ്പോൾ യു വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് തിങ്. ഒന്നാമത്തെ കപ്പാസിറ്റർ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് രണ്ടാമത്തെ കപ്പാസിറ്റർ ഇങ്ങനെ കണക്ട് ചെയ്ത പോലെ അല്ലേ നോക്കിയാൽ? ഒരു പ്ലേറ്റ് എയിലേക്കും മറ്റേ പ്ലേറ്റ് ബിയിലേക്കും കണക്ട് ചെയ്തുള്ളൂ. സോ ദിസ് വിൽ ബി എന്താ പറയുക, ഒരു പാരലൽ അറേഞ്ച്മെൻ്റ് ആണ് വരുന്നുണ്ടാവുക 2 കപ്പാസിറ്റേഴ്സിന്. പക്ഷേ കപ്പാസിറ്റൻസ് ഡിഫറൻ്റ് ആയി മാറി. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A/2, ഇത് A/2 എന്നായി. അങ്ങനെയാണെങ്കിൽ C1 എത്രയായിരിക്കും മക്കളെ? ഒന്ന് കണ്ടുപിടിച്ച് നോക്കി. C1 എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നമുക്കറിയാം C1 ഈസ് ഈക്വൽ ടു ഒരു ഡയലക്ട്രിക് വരുമ്പം ആ ഇക്വേഷനിൽ വരുന്ന മാറ്റമാണ് കേട്ടോ. K ഇൻറ്റു എപ്സിലോൺ 0 A ബൈ ഡി എന്നാണ് ഇക്വേഷൻ വരുന്നുണ്ടാവുക. ഉറപ്പാണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്ക് എത്ര പറ്റിയ? A ബിക്കം A/2 ആയി. K എത്രയാണ് വാല്യൂ? K1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? 2 തന്നിട്ടുണ്ട്. C1 ഈസ് ഈക്വൽ ടു
2 ഇൻറ്റു എപ്സിലോൺ 0 a/2 ഇൻറ്റു ഡി എന്നുള്ളത് വരുന്നുണ്ടാവുക. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു C1 ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 a/d എന്ന് വരും. എപ്സിലോൺ 0 a/dൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടില്ലേ? എത്രയാണ് തന്നിട്ടുള്ളത്? എപ്സിലോൺ 0 a/dൻ്റെ വാല്യൂ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 10 മൈക്രോ ഫാരഡേ എന്നാണ് C1ൻ്റെ വാല്യൂ വരുന്നുണ്ടാവുക. C1ന് വലിയ വ്യത്യാസമില്ല, 10 മൈക്രോ ഫാരഡേ തന്നെ വരുന്നുണ്ടാവുക. അങ്ങനെ C2 എന്താ വരുന്നുണ്ടാവുക? C2 ഈസ് ഈക്വൽ ടു ഇതുപോലെ തന്നെ K2 ഇൻറ്റു എപ്സിലോൺ 0 a/2 ഇൻറ്റു ഇൻറ്റു ഡി. അങ്ങനെയല്ല വരുന്നുണ്ടാവും, a/2 ഡി ഇങ്ങനെയല്ല വരുന്നുണ്ടാവുമെന്ന് വെച്ചാൽ K2ൻ്റെ വാല്യൂ എത്ര എന്നത് 4 തന്നിട്ടുണ്ടായിരുന്നത്. 4 ഇൻറ്റു അല്ലെങ്കിൽ 4/2 ഇൻറ്റു എപ്സിലോൺ 0 a/d എന്ന് വരുന്നുണ്ടാവും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു എപ്സിലോൺ 0 a/dൻ്റെ വാല്യൂ അവിടെ തന്നെ 10 തന്നിട്ടുണ്ട്, ഇൻറ്റു 10 തന്നു. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 20 മൈക്രോ ഫാരഡേ എന്നാണ് വരുന്നുണ്ടാവുക. സോ ദാറ്റ് വിൽ ബി ദ ടോട്ടൽ വാല്യൂ. അപ്പോൾ നമുക്കിവിടെ രണ്ട് കപ്പാസിറ്റൻസ് കിട്ടി. ഒന്നാമത്തതിൻ്റെ കപ്പാസിറ്റൻസ് C1 ഈ ഭാഗത്തിന് ഈ യെല്ലോ ഭാഗത്തിന് 10 മൈക്രോ ഫാരഡേയും ഈ റെഡ് ഭാഗത്തിന് 20 മൈക്രോ ഫാരഡേ ആണ് വരുന്നത്. ആൻഡ് ദാറ്റ് വിൽ ബി ഇൻ എ പാരലൽ കണക്ഷൻ. സോ C എഫക്റ്റീവ് വിൽ ബി എത്ര വരുന്നുണ്ടാവുക? C1 പ്ലസ് C2 എന്നാണ് വരുന്നുണ്ടാവുക. 10 പ്ലസ് 20 മൈക്രോ ഫാരഡേ എന്ന് വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 30 മൈക്രോ ഫാരഡേ എന്ന് അതിന് ഉത്തരം വരുന്നുണ്ടാവും. കിട്ടാനുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ തലയുടെ ബാക്കിലായി പോയി എഴുതിയത്. സോ ഇത് എന്താ ചെയ്യുന്നത്? ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു കപ്പാസിറ്ററിലേക്ക് എന്താ സംഭവിച്ചത്? ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു കപ്പാസിറ്ററിൻ്റെ പകുതി ഭാഗത്ത് ഒരു ഡയലക്ട്രിക്കും മറ്റേ പകുതി ഭാഗത്ത് വേറൊരു ഡയലക്ട്രിക്കും വെച്ചു. അപ്പോൾ ഇതൊരു കപ്പാസിറ്ററായിട്ട് മാറി, ഇത് വേറൊരു കപ്പാസിറ്ററായിട്ട് മാറി. ഈ രണ്ട് കപ്പാസിറ്ററും പാരലൽ കണക്ഷനായിട്ട് മാറി. അപ്പോൾ ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കുക, സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ വിൽ ബി 30 മൈക്രോ ഫാരഡേ എന്നായിരിക്കും വരുന്നുണ്ടാവുക. കിട്ടാനുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ആരാ സീരീസ് അല്ലേ നിൽക്കുന്നത്? സീരീസ് അല്ലടാ, അത് പാരലൽ പ്ലേറ്റ് ആണ് വരുന്നത് കേട്ടോ. ദാറ്റ് വിൽ ബി എ പാരലൽ പ്ലേറ്റ്. ഉറപ്പേ. ഇനി നോക്കിക്കോ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി ഈ ചാപ്റ്ററിലെ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നോക്കാം നമുക്ക് എങ്ങനെയാണ്. ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ ഈസ് പ്ലേസ്ഡ്. അത് കഴിഞ്ഞ ചാപ്റ്ററിലാണ് ഡൈപോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പക്ഷേ നമുക്ക് ഇവിടെ വന്ന സീരിയൽ നോക്കാമല്ലോ. ഇലക്ട്രിക് ഡൈപോൾ ഈസ് പ്ലേസ്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി. ഇത് നല്ലൊരു ശീലമാണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മുടെ ഒരു പേന ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ യു ക്യാൻ ആ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ ഒന്ന് വരച്ച് വെക്കാൻ പറ്റും. 30 ഡിഗ്രി ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 2 ഇൻറ്റു 10⁵5 എന്താ പറയുക ന്യൂട്ടൺ പെർ കൂളം. അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി തന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ് എക്സ്പീരിയൻസ് എ ടോർക്ക് ഈക്വൽ ടു 4 നാനോമീറ്റർ 4 ന്യൂട്ടൺ മീറ്റർ, നാനോമീറ്റർ അല്ല കേട്ടോ, 4 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ഇത് വരുന്നുണ്ട്. ആൻഡ് ദ ചാർജ് ഓൺ ദ ഡൈപോൾ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇഫ് ദ ഡൈപോൾ ലെങ്ത് ഈസ് 2 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് ഇരിക്കുന്നത്. സോ ബേസിക്കലി നമുക്കറിയാൻ പറ്റും ഡൈപോളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് ടൗ ഈസ് ഈക്വൽ ടു PE sin theta എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നുണ്ടാവുക. P cross E എന്നാണ് PE sin theta എന്നാണ് വരിക. Where P is the dipole moment, E is the electric field intensity and theta is the angle between the dipole moment and the electric field intensity എന്നുള്ളതാണ് വരുന്നുണ്ടാവുക. പക്ഷേ നമുക്കറിയാം ഈ ഇതിൻ്റെ ഇക്വേഷൻ എന്താ? ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ വരുന്നുണ്ടാവുക? ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഓൾറെഡി അറിയാം ദ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. അതാണ് പറയുക, ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് ആണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ സാധനം വരുന്നുണ്ടാവുക. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് Q ഇൻറ്റു D ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു സൈൻ തീറ്റ എന്നാണ് വരുന്നുണ്ടാവുക. ഇതിനകത്ത് ഏതൊക്കെ തന്നിട്ടുണ്ട്? നമുക്കിവിടെ തീറ്റ തന്നിട്ടുണ്ട്. സൈൻ തീറ്റ എന്നുള്ളത് സൈൻ 30 ഡിഗ്രി എന്ന് വരും. ആൻഡ് ഈ തന്നിട്ടുണ്ട്. ഈ എത്ര തന്നിട്ട് 2 ഇൻറ്റു 10⁵5 വന്നിട്ടുള്ളത്. E ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 10⁵5 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് ടോർക്ക് തന്നിട്ടുണ്ട്. ടോർക്ക് ഈസ് 4 ന്യൂട്ടൺ മീറ്റർ എന്നുള്ളതാണ് ടോർക്ക് തന്നിട്ടുള്ളത്. ആൻഡ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. 2 സെൻറ്റിമീറ്ററിനെ സെൻറ്റിമീറ്ററിൽ എഴുതാൻ പറ്റില്ല, കാരണം ബാക്കി എല്ലാ SI യൂണിറ്റിലായതുകൊണ്ട് എനിക്ക് അത് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. 2 ഇൻറ്റു 10⁻² മീറ്റർ അങ്ങനെ എഴുതാൻ പറ്റും. സോ ദാറ്റ് വിൽ ബി 2 ഇൻറ്റു 10⁻². കണ്ടുപിടിക്കേണ്ട സാധനം എന്താ? Q ആണ്. വളരെ എളുപ്പമാണ് അല്ലേ? Q ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഈ സാധനങ്ങളെല്ലാം ബാക്കി എല്ലാ ആൾക്കാരെയും കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. ഐ വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ. അപ്പോൾ എങ്ങനെ കിട്ടുന്നുണ്ടാവുക? Q ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ എങ്ങനെ എഴുതുന്നുണ്ടാവുക? ഇവിടെ എന്താ D എത്ര വരുന്നുണ്ടാവുക? 2 ഇൻറ്റു 10⁻² ഇൻറ്റു എന്താ വരുന്നുണ്ടാവുക? ഈ എന്താ? 2 ഇൻറ്റു 10⁻² എത്രയുടെ പറ? 10⁵5 ഇൻറ്റു സൈൻ 30 ഇല്ലേ? ഇൻറ്റു സൈൻ 30 എത്ര വരുന്നുണ്ടാവും? 1/2 ആണ്. അപ്പോൾ ആ 2 എവിടെ പോവും? മേളിൽ പോവും. അങ്ങനെയല്ലേ പോരാ? 1/2 ആ 2 മേളിൽ പോവും. ഇങ്ങനെ കിട്ടും അല്ലേ? ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഈ 2ഉം ക്യാൻസൽ ആവാം. 10⁻² ഉണ്ട്, 10⁵5 ഉണ്ട്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു എത്ര വരുന്നുണ്ടാവുക? 2 ഇൻറ്റു 10⁻³ എന്ന് വരും അല്ലേ? 2 ഇൻറ്റു ഇത് വരുന്നത് 2 ഇൻറ്റു പറയടാ കറക്റ്റ് അല്ലേ? അയ്യോ എൻ്റെ പേന തെളിയാണ്ടായി, എൻ്റെ കമ്പ്യൂട്ടർ സ്റ്റക്കായി തോന്നുന്നുണ്ട്. ലെറ്റ് മീ സീ വാട്ട് വിൽ ബി ആക്കൺ. അപ്പോൾ ഇത് വരുന്ന സാധനം എന്താ വെച്ചാൽ അയ്യോ ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ ഇതിനൊന്ന് റിഫ്രഷ് ആക്കാനുള്ള പരിപാടികൾ നോക്കട്ടെ. എന്തോ ഒരു സാധനം കുറച്ച് നേരം മുന്നേ നമ്മുടെ ഒരു സാറ് വേറൊരു ലൈവ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അതേ സിസ്റ്റം വെച്ചിട്ടാണ് സാറ് ലൈവ് എടുത്തുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ടായിരിക്കാം അത് ഒന്ന് സ്റ്റക്കായി പോയത്. ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ സ്റ്റക്കാവുന്നതൊക്കെ നല്ലതാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ നോക്കട്ടെ. 2 ഇൻറ്റു 10⁻², 10⁵5 ദാറ്റ് വിൽ ബി 10⁻³ എന്നാണ് വരുന്നുണ്ടാവുക. പിന്നെ ഇവിടെ ഒരു 2 ഇവിടെ ഒരു 4 ഉണ്ട്. ഇത് ഞാൻ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 2 വിൽ ബി ഗെറ്റിംഗ്. സോ എനിക്ക് നോക്കാൻ പറ്റും 2. എനിക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയോ? അയ്യോ ഇത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കായി പോകുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന്
എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഡിവൈഡഡ് ബൈ 10⁻³ എന്നായിരിക്കും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2 × 10⁻³ എന്നായിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക. കൂളമ്പിലാണ് ഉത്തരം വരുന്നുണ്ടാവുക. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അങ്ങനത്തെ ഉത്തരം ഇല്ല. പക്ഷേ എനിക്ക് ഇവിടെ ഐ വിൽ ബി ഗെറ്റിംഗ് 2 × 2 മൈക്രോ കൂളമ്പ് എന്നൊരു ഉത്തരം വരുന്നുണ്ടാവും. അപ്പോൾ 2 × 10⁻³ കൂളമ്പ് എന്ന് പറഞ്ഞ സാധനം ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2 മൈക്രോ കൂളമ്പാണ്. ഐ വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ദിസ് തിങ്. സോ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ടൗ ടോർക്ക് ഈസ് ഈക്വൽ ടു PE sin θ എന്നുള്ളതാണ് ഇക്വേഷൻ, അല്ലെങ്കിൽ P × E എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നുണ്ടാവുക. നോക്കിയിട്ട് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് യു വിൽ ബി ഗെറ്റിംഗ്. ആൻഡ് P വിൽ ബി ഈക്വൽ ടു Q × ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്, Q ആണ് ചോദിച്ചത്. നമുക്ക് ബാക്കി എല്ലാ സാധനങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരെ മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ. കിട്ടുന്നുണ്ടല്ലോ അല്ലേ നബീൽ? ഒരു സാധനം ഇട്ട് തന്നു, ഒരു ഫയർ. താങ്ക് യു നബീൽ ഫോർ ദാറ്റ് ഫയർ. അവിടെ ഇരുന്നോട്ടെ കേട്ടോ. സോ അടുത്ത സാധനം, അടുത്തത് നമ്മളെ എന്താ പറയുക, ഒരു ബേസിക് കൺസെപ്ച്വൽ ക്വസ്റ്റൻ ആണ്. ഈ സാധനം പറഞ്ഞു തരാം കേട്ടോ. ഇത് എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ല മക്കളെ, ഐ നോ ദാറ്റ്. ഇത് ഞാനൊരു സത്യം പറയാം, ആത്മാർത്ഥമായിട്ട് സത്യം പറയാം, ഇത് റിപ്പീറ്റ് ചെയ്ത സമയത്ത് എനിക്കറിയില്ലായിരുന്നു. സീരിയസ്ലി എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. ഞാനിത് എങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ ഐ ഹാവ് ഡൺ ക്വസ്റ്റ്യൻസ് ചെയ്ത് എൻ്റേതായിട്ടുള്ള ഐഡിയാസൊക്കെ ഞാൻ ഫോം ചെയ്തെടുത്തു. എങ്ങനെയാണ് ഐഡിയാസ് ഫോം ചെയ്യുകയെന്ന് വെച്ചാൽ പുസ്തകം വായിക്കുമ്പോഴല്ല മക്കളെ ഐഡിയ ഫോം ആവുന്നത്. ഐഡിയ ഫോം ആവുന്നത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ്. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ചെയ്ത് എടുക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ സെറ്റപ്പ് ആക്കുള്ളൂ. മുസ്തഫ അവിടെ തന്നെ ഉണ്ടല്ലോ, മുസ്തഫ അത്തിക്കൽ. താങ്ക് യു മുസ്തഫ. എല്ലാവരും അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഇവിടെ ചോദിക്കണം വെച്ചാൽ ABC ആർ ദ 3 പോയിന്റ്സിൻ്റെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 വര ഇട്ടിട്ടുണ്ട്. 3 വര ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് അവർ തന്നിട്ടുണ്ട് ഇവിടെ ഒരു പോയിന്റ് B മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു പോയിന്റ് A, ഇവിടെ ഒരു പോയിന്റ് C മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു പോയിന്റ് A മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ചോദിക്കണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുക. ഇതിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും? അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര സിമ്പിൾ ഉത്തരമാണ് കേട്ടോ, വലിയ ഉത്തരമൊന്നുമല്ല. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിലൊരു വഴി പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു വഴി പറഞ്ഞുതരാം. ഈ ഒരു വഴി ഞാൻ മാത്രമേ പറയുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ സ്ഥലത്ത് ഒരുപാട് ചാർജ് ഉണ്ടെന്നും ഇവിടെ കുറേ ചാർജ് ഉണ്ടെന്നും ഇവിടെ ചാർജ് കുറവാണെന്നുമാണ് അതിൻ്റെ അർത്ഥം. പോസിറ്റീവ് ചാർജ് കേട്ടോ, പോസിറ്റീവ് ചാർജ്. ഇവിടെ കൂടുതൽ ചാർജ് ഉണ്ടെന്നും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എപ്പോഴും കൂടുതൽ ചാർജിൻ്റെ അവിടെ നിന്ന് കുറവ് ചാർജിലേക്കാണ് പോവുക. അത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണേ, അത്രേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ഈ വരച്ച പടത്തിലാണെങ്കിൽ ഇവിടെ ചാർജ് കൂടുതൽ എവിടെ ആയിരിക്കും ഉണ്ടാവുക? ഈ ഒരു അറ്റത്ത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ചാർജ് കുറവായിരിക്കും. അപ്പോൾ ഒരു സൈഡിൽ പോസിറ്റീവ്, ഒരു സൈഡിൽ നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സൈഡിൽ കുറേ പോസിറ്റീവ്, ഒരു സൈഡിൽ കുറച്ച് പോസിറ്റീവ് ആയിരിക്കും. സോ വാട്ട് എവർ കൂടുതലുള്ളിടത്തും കുറവുള്ളിടത്തേക്കാണ് ഈ ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ടാവുക. അതിനാണ് ആലോചിച്ച് നോക്കി, ഈ കൂടുതൽ ചാർജിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരാ? B. അപ്പോൾ ഈ ബിൻ്റെ ഡിസ്റ്റൻസ് ഇതാണ് 6 വരുന്നുണ്ടാവുക. ഇനി എയിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇത് അടുത്ത 6 ആണ്. ഇത് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ അടുത്ത 6 ഇതാണ്. എവിടെയായിരിക്കും പൊട്ടൻഷ്യൽ കൂടുതൽ, എവിടെയായിരിക്കും പൊട്ടൻഷ്യൽ കുറവ്? നമുക്കറിയാം പൊട്ടൻഷ്യൽ ഇക്വേഷൻ V is equal to 1/4πε0, ദാറ്റ് ഈസ് K × Q/R വരുന്നുണ്ടാവുക. അപ്പോൾ ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. 6 കൂടുന്തോറും പൊട്ടൻഷ്യൽ കുറയും, അങ്ങനെയല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ചാർജിനോട് ഏറ്റവും അടുത്ത എവിടെയാണോ ഇരിക്കുന്നത് അയാൾക്കായിരിക്കും കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ടാവുക. അകൽ ആരാണോ ഇരിക്കുന്നത് അയാൾക്ക് പൊട്ടൻഷ്യൽ കുറവായിരിക്കും. ഇത് ഇത്രയല്ലേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ. കിട്ടാനുണ്ടോടോ? കാര്യം മനസ്സിലാവാനുണ്ടോ? സോ ഇതിനകത്ത് ആരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എവിടെ ഉണ്ടാവുകയെന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റും. ബിയിലായിരിക്കും ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ടാവുക, പിന്നെ പൊട്ടൻഷ്യൽ ഉണ്ടാവുക സിയിലായിരിക്കും, പിന്നെ പൊട്ടൻഷ്യൽ ഉള്ളത് എയിലായിരിക്കും. അപ്പോൾ ഫീൽഡ് ലൈൻസ് എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്കാണ് ഫീൽഡ് ലൈൻസ് പോയിക്കൊണ്ടിരിക്കുക. സോ നോക്കി, മാക്സിമം അറ്റ് എ എന്നുള്ളത് തെറ്റാണ്, മാക്സിമം അറ്റ് ബി എന്നുള്ളത് ശരിയാണ്, മാക്സിമം അറ്റ് സി എന്നുള്ളത് ശരിയാണ്, സെയിം അറ്റ് 3 പോയിന്റ്സ് എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിലാവില്ലേ, സെയിം എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഒരേ ലൈനിൽ വേണ്ടി വരും. മനസ്സിലാവാനുണ്ടോ മക്കളെ? ക്ലിയർ ആണോ? കുറച്ച് ഫാസ്റ്റ് ആക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? ഡെഫിനറ്റ്ലി ഫാസ്റ്റ് ആക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ആൾക്കാരുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പോകുന്നത്. കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാം. ആരാ പറഞ്ഞത്? ഫാത്തിമഹാന. സ്ലോ ആക്കാൻ പറയുന്ന ആൾക്കാർക്ക് സ്ലോ ആക്കാം. ഫാസ്റ്റ് സ്ലോ ഒരു യുദ്ധം അവിടെ നടത്തിക്കോട്ടെ. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ലോ എന്ന് പറഞ്ഞു. അതനുസരിക്കാം. 3 കപ്പാസിറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റൻസ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് 3 കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ കപ്പാസിറ്റൻസ് 3 മൈക്രോ ഫാരഡേ ആണ്, രണ്ടാമത്തെ 10 മൈക്രോ ഫാരഡേ ആണ്, മൂന്നാമത്തെ ഇതാണ്. ആർ കണക്റ്റഡ് ഇൻ എ സീരീസ് ടു എ വോൾട്ടേജ് സോഴ്സ് ഓഫ് 100. ദ ചാർജ് ഇൻ അടിപൊളി. ദ ചാർജ് ഇൻ ദ 15 മൈക്രോ ഫാരഡേ കപ്പാസിറ്റൻസീസ്. അപ്പോൾ 3 കപ്പാസിറ്റൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റത്തെ സ്റ്റെപ്പ് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു കപ്പാസിറ്റർ വരച്ചു, സീരീസിൽ കണക്ട് ചെയ്തെന്ന് പറഞ്ഞു, രണ്ടാമത്തെ വരച്ചു, മൂന്നാമത്തെ വരച്ചു. ഒന്നാമത്തത് 3 മൈക്രോ ഫാരഡേ ആണ്, രണ്ടാമത് 10 മൈക്രോ ഫാരഡേ ആണ്, മൂന്നാമത്തത് 15 മൈക്രോ ഫാരഡേ ആണ്. തന്നിരിക്കുന്ന ഡാറ്റ എടുത്തെഴുതി. എന്നിട്ട് അവർ പറഞ്ഞു ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് എന്തിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞത് ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. തൽക്കാലം അതൊരു ബാറ്ററി ആണെന്ന് വിചാരിച്ചോ. അതിനകത്ത് എത്രയുണ്ട്? 100 വോൾട്ടിലുള്ള ഒരു വോൾട്ടേജ് സോഴ്സിലേക്കാണ് വെച്ചത്. അവർ ചോദിച്ചിരിക്കുന്നത് ഈ 15ലുള്ള ചാർജ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 15ലുള്ള എന്തായിരിക്കും എത്രയാണെന്ന് വെച്ചാൽ ചാർജ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാത്തിലും ഒരേ ചാർജ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ചാർജ് എത്രയാണോ, ഇവിടെ ഉണ്ടായിരുന്ന ചാർജ് എത്രയാണോ, ഇവിടെ ഉണ്ടായിരുന്ന ചാർജ് എത്രയാണോ, ആ 3 ചാർജും നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഈ ലൈവ് സെഷൻ എൻഡ് ചെയ്യുന്നത് ആക്ച്വലി ഒരു 9:30 ആകുമ്പോഴത്തേക്കും ലൈവ് സെഷൻ എൻഡ് ചെയ്യും കേട്ടോ. സോ ആ സാധനം നമുക്ക് അടിപൊളിയായിട്ട്
തീർക്കുക. അതിനുള്ളിൽ ഈ സാധനങ്ങൾ നമുക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. സോ ഇതിൻ്റെ ഉള്ളിലുള്ള 3 ചാർജുകൾ സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ കപ്പാസിറ്ററിലുള്ള ചാർജ് സെയിം ആയിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ലേണിംഗ് ഉണ്ടാവുക. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക ഓരോന്നിലുള്ളത്? ബേസിക് ആണ്. ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈ 3 എണ്ണം കൂടെ കൂടിയിട്ട് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാൻ പറ്റില്ലേ, സീരീസ് കണക്ഷൻ ആണെങ്കിൽ 1/C എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 ആണ്. എങ്ങനെ ചെയ്യുക നോക്കോട്ടോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കോട്ടോ. 1/3 പ്ലസ് 1/10 പ്ലസ് 1/15 അങ്ങനെയല്ലേ വരുന്നുണ്ടാവുക. മക്കളെ കിട്ടാനുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കണേ, എങ്കിലേ മാത്രമേ നമുക്ക് സാധനം സെറ്റായി കിട്ടുള്ളൂ. ഇതാണ് നമുക്ക് ടോട്ടലി കിട്ടുന്നുണ്ടാവുക അല്ലേ. 1/2 പ്ലസ് 1/15 ഇതെങ്ങനെ സോൾവ് ചെയ്യുക? ഇത് സോൾവ് ചെയ്യാൻ ഇച്ചിരി പാടാണ്, പക്ഷേ അറിയുന്ന ആൾക്കാർക്ക് എളുപ്പമാണ്. ബേസിക്കലി ഈ 3ഉം 10ഉം 15ഉം വരുന്ന ഒരു നമ്പർ കോമൺ കണ്ടുപിടിക്കുക, അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. 30 എന്നുള്ള നമ്പർ എടുക്കുകയാണെങ്കിൽ അതിനോ ദാറ്റ് തിങ് മേളിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ പറയാം 1/3 വിൽ ബി ഈക്വൽ ടു 10/13. സെയിം തന്നെയല്ലേ നോക്കിയാൽ? സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ 30ലേക്ക് എത്തിച്ചാണ് കേട്ടോ. പ്ലസ് ഇനി നോക്കുകയാണെങ്കിൽ 1/10 ഇതിനെ 30ലേക്ക് എത്തിക്കണമെങ്കിൽ ഇവിടെ താഴെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, ഇവിടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 3/30 എന്ന് വരും. പ്ലസ് അടുത്തത് ഇവിടെ എന്താ വരേണ്ടത്? ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ 2/30 എന്ന് വരുന്നുണ്ടാവും. അപ്പോൾ ആൻസർ എങ്ങനെ വരുന്നുണ്ടാവുക? ഇതൊക്കെ 30 ആണ്, എല്ലാവർക്കും കോമൺ ആണ്. 10 + 3 + 2 എത്ര വരിക? 10 + 3 + 2 15 എന്നാണ് വരുന്നുണ്ടാവുക. അപ്പോൾ 1/C effective is equal to 1/13. അപ്പോൾ C effective will be equal to 30/5 that will be equal to 30/15 equal to 2 എന്നാണ് വരുന്നുണ്ടാവുക. that will be 2. രണ്ടും ഉത്തരം കിട്ടും. എഫക്റ്റീവ് സാധനം ഇവിടെ കിട്ടുന്നത് 2 എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക. ആണോ അല്ലയോ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? 2 മൈക്രോ ഫാരഡേ എന്നാണ് എഫക്റ്റീവ് കിട്ടുന്നുണ്ട്. അപ്പോൾ C effective is equal to വാട്ട് എത്ര വരുന്നുണ്ടാവുക? 2 മൈക്രോ ഫാരഡേ എന്നാണ് വരുന്നുണ്ടാവുക. ഇനി വാട്ട് ഇസ് ദ ചാർജ്? ഞാൻ പറഞ്ഞു ഇതാണ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഈ 2 മൈക്രോ ഫാരഡിൽ എത്ര ചാർജ് ഉണ്ടോ അത് തന്നെയായിരിക്കും ഓരോന്നിനും ഉണ്ടാവുന്നുണ്ടാവുക. ചാർജ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ്. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. തിരിച്ചിടാം, കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ആണ്. Q/V എന്നുള്ള സാധനം എടുത്താൽ മതി. എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പറ്റും ഈ സാധനത്തിനകത്ത്. ചാർജ് ഈസ് ഈക്വൽ ടു ചാർജ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ് എന്നാണ്. കപ്പാസിറ്റൻസ് എത്ര വരുന്നുണ്ടാവുക? 2 ആണ് നമുക്ക് കിട്ടിയത്. വോൾട്ടേജ് എത്ര വരുന്നുണ്ടാവുക? 100 എന്നാണ് കിട്ടുന്നത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 200 മൈക്രോ കൂളംബ് എന്നാണ് കിട്ടുന്നുണ്ടാവുക. അത് എവിടെ ഉണ്ടാവുക? യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ് സീരീസ് കണക്ഷൻ ആയിട്ട് ഇതിലും ഒരേപോലെ വരുന്നുണ്ടാവുക. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 200 മൈക്രോ കൂളംബ്. മനസ്സിലായോ? ഇത്രയും ഫാസ്റ്റ് മതിയോ? ആരാ ചോദിക്കണത്? ഫാസ്റ്റ് മതിയോ? ആരോ ചോദിക്കുന്നുണ്ട് ഫാസ്റ്റ് എവിടെയും ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഫാസ്റ്റ് ആയോ നോക്കിയേ, റെഡി ആണോ നോക്കണേ. ഫാസ്റ്റ് മതിയോ? ഓക്കെ ആണോ? ഈ സ്പീഡ് മതിയോ? ഞാൻ ഇതിനേക്കാൾ സ്പീഡാക്കും. ഞാൻ ആരാന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല എന്ന് പറഞ്ഞു. എന്നെ ശരിക്കും പരിചയമില്ലല്ലേ എന്ന് ചോദിച്ചല്ലേ. ശരിക്കും എന്നെ എന്താ പറയുക, വെറുതെ കയറി കൊടക്കാൻ നിൽക്കണ്ട, ഞാൻ ചറവറാന്ന് സ്പീഡാക്കുവേ. സോ 3 കപ്പാസിറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റി 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഓരോന്നിൻ്റെയും കപ്പാസിറ്റി 4 മൈക്രോ ഫാരഡേ ആണ്. ആർ ടു ബി കണക്റ്റഡ് ഇൻ സച്ച് വേ ദാറ്റ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇത് 3 എണ്ണം കണക്ട് ചെയ്യണം. 3 എണ്ണം കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4ൻ്റെ 3 എണ്ണം ഉള്ളത് 4 കപ്പാസിറ്റൻസ് എല്ലാം കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 മൈക്രോ ഫാരഡേ എഫക്റ്റീവ്നെസ് കിട്ടുകയും ചെയ്യണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് വലിയ പാടാണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഞാൻ ഓരോ ഓപ്ഷൻ വെച്ചിട്ട് നോക്കാം. കിട്ടാനുണ്ടോ? ആരാ ചോദിക്കുന്നുണ്ട് ഫാസ്റ്റ് മതിയോ എന്നൊക്കെ. സൂപ്പർ സഫാനെ എന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഒരു സൂപ്പർമാനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കിട്ടി എനിക്ക് തന്നെ. ഇപ്പോൾ ഇവിടെ നോക്ക്, കണക്ടിങ് ദം ഇൻ പാരലൽ. എല്ലാവരും കൂടി പാരലൽ കണക്ട് ചെയ്യാം. പാരലൽ കണക്ട് ചെയ്ത് എന്ത് പറ്റും? C1 + C2 + C3 എന്നാവും അല്ലേ. അപ്പോൾ എത്ര ആവും? ടോട്ടൽ 12 എന്നാവും. അപ്പോൾ ഇതല്ല ഉത്തരം, ശരിയല്ല. ഇനി അടുത്ത് നോക്ക്, ഇവിടെ എന്തൊക്കെ സീരീസ് പാരലൽ എന്ന് പറയുന്നത് കൺഫ്യൂഷനാണ്. കണക്ടിങ് ഓൾ ഓഫ് ദം ഇൻ സീരീസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/C1 + 1/C2 + 1/C3 എന്ന് വരും. അപ്പോൾ 4/3 എന്നൊരു ഉത്തരം. അപ്പോൾ ഇതും അല്ല ഉത്തരം, ഇത് രണ്ടും പോയി. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേളത്തെ 2 എണ്ണം ചെയ്ത് നോക്കാം. കണക്ടിങ് 2 ഇൻ സീരീസ് 1 ഇൻ പാരലൽ, അത് നോക്കാം അല്ലേ. അപ്പോൾ 2 എണ്ണം സീരീസിൽ കണക്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അടുത്തത് പാരലലി കണക്ട് ചെയ്യണം. ഇങ്ങനെ നോക്കാം അല്ലേ. അപ്പോൾ ഇത് 4 ആണ്, ഇത് 4 ആണ്, ഇത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഇപ്പോൾ ഈ മേളിൽ കണക്ട് ചെയ്ത 2 4 ഇത് വെച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക? കിട്ടിക്കോ, ആലോചിച്ച് നോക്കിക്കോ. സോ ഇത് പറയാം 1/C effective is equal to 1/4 + 1/4 ആണ് വരുന്നത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2/4 ആണ് വരുന്നുണ്ടാവും. ഇവിടെ 2 വരുന്നുണ്ടാവും. അപ്പോൾ ടോട്ടൽ ഈ 2 എണ്ണത്തിനും കൂടി എഫക്റ്റീവ് 2 വരുന്നുണ്ടാവും. 2 കണക്റ്റഡ് ടു 4 പാരലൽ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു C1 + C2 ദാറ്റ് വിൽ ബി 2 + 4 is equal to 6 എന്ന് കിട്ടും. ഉത്തരം കിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് ഉത്തരം. സോ ഇങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ട് ഓപ്ഷൻ സോൾവ് ചെയ്താൽ ഉത്തരം എളുപ്പത്തിൽ കിട്ടും. ബാക്കി ഇങ്ങനെ തല ചൊറിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കേണ്ട. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിളി പോവും. സോ ആ സ്ഥാനത്തിലേക്ക് നോക്കേണ്ട. ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനെ നോക്കാം. ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷനെ സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കിട്ടും. ഇത് എപ്പോൾ ഓപ്ഷനെ നോക്കണം, എപ്പോൾ ക്വസ്റ്റിനെ നോക്കണം എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇത് കുറേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. ഡു മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഫാസ്റ്റ് മതിയോ? ആരാ ചോദിക്കുന്നത്? ഫാസ്റ്റ് പോരാ പോലും. ഇപ്പോൾ ശരിയാക്കി തരാം, എല്ലാത്തിനും ശരിയാക്കി തരാം. അങ്ങനെയല്ല കേട്ടോ, വാശിക്ക് പറയുമെന്നല്ലേ, നമുക്ക് പെട്ടെന്ന് തീർക്കൽ തന്നെയാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഞാൻ ഇന്ന് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയോ? ഐ എം കമ്മിങ് ഫ്രം മുംബൈ ടുഡേ ഫോർ ദിസ് ലൈഫ്. ഞാൻ ആക്ച്വലി ഒരു കഥയുണ്ട്. ഞാൻ വേൾഡ് ഫൈനൽ കാണാൻ വേണ്ടിയിട്ട് അഹമ്മദാബാദ് പോയി. അതിന് മാത്രമല്ല കേട്ടോ, ഐ ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക് വിത്ത് ഡോപ്പ. ഡോപ്പയിലേക്ക് ഒരുപാട് വർക്ക് ഉണ്ട്. ഡോപ്പയിൽ ആക്ച്വലി വി ആർ എയിമിങ്
720 out of 720. ഇതുണ്ടോ, ദിസ് ഈസ് മൈ ന്യൂ ടീ ഷർട്ട്. ഹൗ ഇസ് മൈ ന്യൂ ടീ ഷർട്ട് കളക്ട് നോക്കിക്കൊണ്ട് മൈ എയിം ഈസ് 720 out of 720. ഡെഫിനറ്റ്ലി അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐ ഹാഡ് സെവറൽ സർട്ടൻ മീറ്റിംഗ്സ്, സാധനങ്ങളുണ്ടായിരുന്നു. ഐ വാണ്ട് ടു ഗോ ടു മുംബൈ. അപ്പോൾ ഒരു 2 days ബാക്ക് മുംബൈയിൽ പോയ വഴിക്ക് വലിയൊരു ഡ്രീമായിരുന്നു വേൾഡ് കപ്പ് കാണണമെന്നുള്ളത്. ബേസിക്കലി 2-3 ഡ്രീം ഉണ്ടായിരുന്നു. ഒന്ന്, ഐ വാണ്ട് ടു സീ എ ക്രിക്കറ്റ് മാച്ച് ഡയറക്ട്ലി. ഐ വാണ്ട് ടു സീ, എനിക്ക് വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ അങ്ങനത്തെ കുറേ ആൾക്കാർ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അടുത്ത് മുഹമ്മദ് ഷമി, ബുംറ ഭയങ്കര ഇഷ്ടമാണ്, ജഡേജ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ നേരിട്ട് കാണണം, കളി നേരിട്ട് കാണണം ഭയങ്കര ആഗ്രഹമായിരുന്നു. ഗ്രൗണ്ടിൽ പോകണം. ഞാൻ ആദ്യമായിട്ടാണ്, ഞാനിതൊരു ഫുട്ബോൾ മാച്ച് സ്റ്റേഡിയത്തിൽ പോയിട്ട് ആദ്യമായിട്ടാണ് മാച്ച് കണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു സാധനത്തിൽ വളരെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ അവിടെ വരെ പോയി, അഹമ്മദാബാദിൽ പോയി. അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരെയും കണ്ടു, ഭയങ്കര ഹാപ്പിയായി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കളി തോറ്റുപോയി. അതിൽ വലിയ വിഷമമുണ്ട്. അതിനകത്ത് എനിക്ക് ആകെ മനസ്സിലാക്കാനുള്ള കാര്യമുള്ളൂ, നമ്മുടെ ടൈം ഇനിയും വരാനുണ്ട്. അപ്പം ആ ടൈം ആയേക്കാം. നിങ്ങൾ ഓരോരുത്തരെയും പോലെ തന്നെയാണ്, നമ്മളിങ്ങനെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി ദാറ്റ് ടൈം വിൽ കം ആൻഡ് വി വിൽ ലിഫ്റ്റ് ദാറ്റ് വേൾഡ് കപ്പ് അഗെയിൻ. നമ്മൾ ഒരു പ്രാവശ്യം കൂടി വേൾഡ് കപ്പ് എന്തായാലും പൊക്കും. ആ പൊക്കൽ കാണാൻ വേണ്ടിയിട്ട് ഞാനവിടെ ഉണ്ടാവണേ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു പ്രാർത്ഥനയുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഉഷാറാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ഇൻ എ റീജിയൻ, ഉത്തരം അവിടെ പറഞ്ഞല്ലോ, ജസ്റ്റ് ഇൻ്റഗ്രേഷൻ അത്രേ ഉള്ളൂ അല്ലേ. ഇൻ എ റീജിയൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E ഈസ് ഗിവൺ ബൈ E ഈസ് ഈക്വൽ ടു 100/x². എന്താ മക്കളെ പ്രശ്നം? എക്സ് മാറുമ്പം ഈൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ മാറും. സോ ദിസ് ഈസ് എ വേരിയബിൾ ഇലക്ട്രിക് ഫീൽഡ് ആണ് സാധനം ഉണ്ടാവുക. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് എക്സ് ഈസ് ഈക്വൽ ടു 10ലും 20ലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. സോ എങ്ങനെയാണ് മക്കളെ ഇത് വേരിയബിൾ ഇലക്ട്രിക് ഫീൽഡിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാം? ഇത് നമുക്കറിയാൻ പറ്റും. പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയുന്നുണ്ടാവുക, ഇറ്റ് ഈസ് ദ ഗ്രേഡിയൻറ്റ് അല്ലേ, നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഇതിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നുണ്ടാവുക. സോ ബേസിക്കലി പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടിയിട്ട് വി ജസ്റ്റ് ഹൗ ടു ഇൻ്റഗ്രേറ്റ് ഇറ്റ് വിത്ത് dx അങ്ങനെയാണ് ചെയ്യേണ്ടാവുക. സോ E ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ V ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എവിടെ മുതൽ എവിടം വരെ കണ്ടത് 10 to 20 വരെയുള്ളത് കാണണം. 10 to 20 മീറ്റർ വരെയുള്ള എന്താ കണ്ടത് 100/x² ഇൻറ്റു dx എന്നുള്ള സാധനം ചെയ്തെടുക്കുന്നത്. എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെ ചെയ്യാം, ഭയങ്കര എളുപ്പം കേട്ടോ. ബേസിക്കലി സപ്പോസ് ഇഫ് ഐ എം ഡൂയിങ് എങ്ങനെയാണ് ചെയ്യുന്നുണ്ടാവുമെന്ന് വെച്ചാൽ അതിന് തന്നെ ഇൻ്റഗ്രൽ 100നെ ഞാൻ പുറത്തേക്ക് മാറ്റി വെച്ചു. 100 കോൺസ്റ്റൻ്റ് ആണല്ലോ, അവനെടുത്ത് മാറ്റി വെക്കാം, കുഴപ്പമില്ലാത്ത മനുഷ്യനാണ് 100. ആൻഡ് x² ഞാൻ x⁻² dx എന്നിട്ടു. ഇതെങ്ങനെയാണ് ചെയ്യുന്ന ആൾക്കറിയാം, x⁻² + 1 ഡിവൈഡഡ് ബൈ അല്ലേ, x⁻n ഇടുകയാണെങ്കിൽ x⁻n+1 ഡിവൈഡഡ് ബൈ n+1 എന്നുള്ളതാണ് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്ന സാധനം ഉണ്ടാവുക. സോ ഡെഫിനറ്റ്ലി നമുക്ക് സാധനം കിട്ടും. അപ്പോൾ ഇവിടെ 10ഉം 20 ഒക്കെ അവിടെ ഉണ്ട്, അവിടെ നിന്നോട്ടെ നമുക്കത് ചെയ്യാം. എന്നു വെച്ചാൽ 100 ഇൻറ്റു എങ്ങനെ വരുന്നുണ്ടാവുക പറഞ്ഞോ, 100 ഇൻറ്റു x⁻² -2 + 1 ഡിവൈഡഡ് ബൈ -2 + 1 എന്നാണ് വരിക. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എത്ര വരുന്നുണ്ടാവുക, x⁻100 ഇൻറ്റു x⁻−1 ഡിവൈഡഡ് ബൈ -1 വരും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു -1 -100/x എന്നാണ് വരുന്നുണ്ടാവുക. ഒരു പോയിന്റിലുള്ള സാധനം വരുന്നുണ്ടാവുക. ആദ്യത്തത് ചോദിച്ചത് എത്രയാണ് ചോദിച്ചത്, 10ലാണ് ചോദിച്ചത്. പിന്നത്തെ 20ലാണ് ചോദിച്ചത്. 10 to 20 അല്ലേ ചോദിച്ചത്. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടത്, ഇതിന് ആദ്യം 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ വോൾട്ടേജ് അറ്റ് 20 അല്ലേ, വോൾട്ടേജ് അറ്റ് 20 കിട്ടണമെങ്കിൽ ആദ്യം 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് വിൽ ബി -100 ഡിവൈഡഡ് ബൈ 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഐ വിൽ ബി ഗെറ്റിംഗ് -5 എന്ന് കിട്ടുന്നുണ്ടാവും. ഇനി അടുത്തത് 10ലെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് V at 10 കിട്ടണമെങ്കിൽ -100 ഡിവൈഡഡ് ബൈ 10 കൊടുക്കേണ്ടി വരും. ദാറ്റ് വിൽ ബി ഗിവൺ -10 എന്ന് കിട്ടുന്നുണ്ടാവും. സോ എനിക്ക് ഒരു -5 കിട്ടി, -10 കിട്ടി. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ വെച്ചത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെൽറ്റ V ഈസ് ഈക്വൽ ടു ആദ്യത്തത് എത്ര -5 -10. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു -5 + 10 എന്ന് വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5 വോൾട്ട് എന്നുള്ള ഉത്തരം കിട്ടുന്നുണ്ടാവും. കിട്ടിയോ, ആലോചിച്ചോ, മനസ്സിലായോ എന്ന് ആലോചിച്ച് നോക്കി. സോ ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ ചെയ്യുന്നുണ്ടാവും, ബിക്കോസ് ദിസ് ഇസ് എ വേരിയബിൾ ഇലക്ട്രിക് ഫീൽഡ്. ആൻഡ് ഞാനൊരു സന്തോഷ വാർത്ത പറഞ്ഞുതരാം. ഇങ്ങനത്തെ വേരിയബിൾ ഇലക്ട്രിക് ഫീൽഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടികളില്ലേ, അത് യൂഷ്വലി നമുക്ക് നമ്മുടെ സിലബസിൽ ഉണ്ടാവാറില്ല. അങ്ങനെ തന്നെ മനസ്സിലാക്കുക. വേരിയബിൾ ഇലക്ട്രിക് ഫീൽഡോ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളിത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഈനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ V കിട്ടും. V വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ E കിട്ടുന്നുണ്ടാവാം. E.dx എന്നുള്ള കാര്യം ചെയ്യുക. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ 100 ഇൻറ്റു x⁻².dx എന്നുള്ള സാധനമാണ് കിട്ടുമ്പോൾ -100/x എന്നുള്ളതാണ് കിട്ടുന്നുണ്ടാവുക. ഒന്നാമത്തെ പൊസിഷൻ V20 കണ്ടുപിടിക്കുക. അതിനകത്ത് എത്ര കിട്ടുക, V10 കുറയ്ക്കുക. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു +5 എന്ന് ഉത്തരം കിട്ടുന്നുണ്ടാവും. സോ ഡെഫിനറ്റ്ലി 5 വോൾട്ടാണ് അതിന് ഉത്തരം കിട്ടുന്നുണ്ടാവും. കിട്ടിയോ, ഉത്തരം മനസ്സിലായോ, റെഡി ആണല്ലോ അല്ലേ, കൺഫ്യൂഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്തു തന്നില്ല. അപ്പോൾ 11 നമ്മൾ ചെയ്തു. 12 പെട്ടെന്ന് ആയിക്കോട്ടെ. അയ്യോ
അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വീണ്ടും ഇത് ചെയ്ത് നോക്കണം. കുറച്ചുണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ബേസിക്കലി നമുക്ക് ഇതിൻ്റെ കുറച്ചൊരു വെക്ടർ ആൾജിബ്രയും കുറച്ച് 3 ഡയമെൻഷണൽ ജോമെട്രിയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. 12ാം ക്ലാസ്സിൽ നമ്മളതൊക്കെ പഠിപ്പിച്ചാലേ, അപ്പോൾ കണക്ക് പഠിപ്പിച്ച ടീച്ചർ നമ്മൾ പുച്ഛിച്ചില്ലേ, പുച്ഛിക്കരുത്. മാത്സ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട്. ആക്ച്വലി മാത്സ് ഈസ് എ ടൂൾ ബോക്സ് ഓഫ് ഫിസിക്സ് എന്നാണ് പറയുന്നുണ്ടാവുക. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ മാത്സ് പഠിച്ചത്. എനിക്ക് മാത്സ് ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷേ ബേസിക്കലി ഫിസിക്സ് പഠിക്കാൻ ഈ സാധനം ആവശ്യമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് വീണ്ടും പഠിച്ചെടുത്താൽ. അവിടെ തന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വീണ്ടും സെയിം സാധനമാണ് കേട്ടോ, സെയിം റിലേഷനാണ്. അവിടെ വി തന്നിട്ടുണ്ട്. വി തന്നിട്ടുള്ളത് എക്സ് വൈ ഇസഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 3-4 വേരിയബിൾ തന്നിട്ടുള്ളത്. സോ വി ഈസ് തന്നിട്ടുള്ളത് 6xy - y + 2yz എന്ന് തന്നിട്ടുള്ളത്. സോ നോക്കിക്കോ, ഇതിനകത്ത് എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്, 3 സാധനങ്ങളുടെ വേരിയബിൾ വെച്ചിട്ട് തന്നിട്ടുള്ളത്. അവിടെ ചോദിച്ചിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ തന്നിട്ട് വി കണ്ടുപിടിക്കാനായിരുന്നു. അതിനെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് എന്ത് കണ്ടുപിടിച്ചത്, ഇയിൽ നിന്ന് വി കണ്ടുപിടിച്ചത്. അപ്പോൾ വിയിൽ നിന്ന് ഈ കണ്ടുപിടിക്കാൻ വേണ്ടി തിരിച്ചിട്ടാണ് നമുക്ക് ജസ്റ്റ് സം കണ്ടുപിടിക്കാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കാനാണ്. ഡിഫറൻഷ്യൽ ഓഫ് വി കണ്ടുപിടിച്ചാൽ മതി. നെഗറ്റീവ് ഡിഫറൻഷ്യൽ ഓഫ് വി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് ഈ സാധനത്തിന് കിട്ടുന്നുണ്ടാവും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഉണ്ട് എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്, ഇവിടെ ഇസഡ് ഉണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. ആദ്യം എനിക്ക് എക്സ് ഡയറക്ഷനിലുള്ള കണ്ടുപിടിക്കും. ഈ എക്സ് കണ്ടുപിടിക്കേണ്ടി വരും. ഈ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ d/dx ഓഫ് എന്താ കണ്ടുപിടിക്കേണ്ടത്, d/dx ഓഫ് ഈ പറഞ്ഞ സാധനങ്ങൾ ചെയ്യാം. d/dx ഓഫ് എന്ത് ചെയ്യുക, ഓരോന്നും ചെയ്യുക. അപ്പോൾ 6xy - y + 2yz എന്നുള്ളതാണ്. 2yz എന്നുള്ളതാണ് സാധനം വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിനകത്ത് നോക്കുന്ന സമയത്ത് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഇതിനെ d/dx കൊണ്ട് ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബിക്കം 0. കാരണം വെച്ചാൽ അവിടെ എക്സ് ഇല്ല, നമുക്ക് ചെയ്യേണ്ട. ഇവിടെ എക്സ് ഇല്ല, അപ്പോൾ ദിസ് വിൽ ഓൾസോ ബിക്കം 0 ആയിട്ട് മാറുന്നുണ്ടാവും. സോ അതില്ല, നമുക്ക് ഇത് മാത്രം ചെയ്താൽ മതിയാവും. d/dx ഓഫ് 6xy എത്ര മക്കളെ വരുന്നുണ്ടാവുക, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 6y എന്നാണ് ഉത്തരം വരുന്നുണ്ടാവുക. ദിസ് വിൽ ബി 6y എന്നാണ് അതിൻ്റെ ഉത്തരം വരുന്നുണ്ടാവുക. ഈ എക്സിൻ്റെ ഉത്തരം വരുന്നത് 6y എന്നാണ് വരുന്നുണ്ടാവുക. ഉറപ്പാണല്ലോ അല്ലേ. ഇനി അടുത്ത സാധനം നോക്കിക്കോ, ഈ y കണ്ടുപിടിക്കണം. ഇനി ഇത് എക്സ് ഡയറക്ഷനുള്ള ഈ മാത്രമേ കിട്ടിയുള്ളൂ. ഇനി എന്ത് കണ്ടുപിടിക്കണം, ഈ y കണ്ടുപിടിക്കണം. ഈ y കണ്ടുപിടിക്കണമെങ്കിൽ d/dy ഓഫ് എന്ന് കണ്ടുപിടിക്കണം. അതിനകത്ത് കിട്ടുന്നത് 6xy - y + 2yz എന്നാണ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടുന്നുണ്ടാവും, ഇവിടെ നിന്ന് ഈ y ക്യാൻസൽ ആയി പോകും. ഓരോന്ന് ചെയ്യുകയാണെങ്കിൽ ഈ y ക്യാൻസൽ ആയി പോകും. കാരണം y മാത്രമല്ലേ, dy/dy എന്ന് വരും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 എന്ന് വരും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 6x മൈനസ് ഈ y എന്ന് പറഞ്ഞാൽ -1 എന്നാണ് വരിക, + 2z അങ്ങനെയല്ലോ, + 2z എന്നാണ് വരുന്നുണ്ടാവുക. എന്തിൻ്റെ വാല്യൂ വരുന്നുണ്ടാവുക, ഈ പറയുന്ന ഈ വൈവിൻ്റെ വാല്യൂ വരുന്നുണ്ടാവുക. ഇതായിരിക്കും വാല്യൂ വരുന്നുണ്ടാവുക. ദാറ്റ് ഈസ് 6x - 1 + 2z എന്നുള്ളതായിരിക്കും അതിൻ്റെ വാല്യൂ വരുന്നുണ്ടാവുക. ഇനി എനിക്ക് എന്ത് കണ്ടുപിടിക്കണം, ഇതേപോലെ തന്നെ കണ്ടുപിടിക്കണം. ഈ z കണ്ടുപിടിക്കണം അല്ലേ. ഈ z ഈസ് ഈക്വൽ ടു d/dz ഓഫ് എന്താ കണ്ടുപിടിക്കേണ്ടത്, 6xy - y + 2yz ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് ടേംസ് 0 ആയി പോവും. 2yz എന്ന് എനിക്ക് എന്ത് കിട്ടും, 2y മാത്രം ബാക്കി കിട്ടും. സോ ഈ z ഈസ് ഈക്വൽ ടു നോക്കോ, ഈ z ഈസ് ഈക്വൽ ടു എന്താ വരുന്നുണ്ടാവുക, ഈ z ഈസ് ഈക്വൽ ടു -2y എന്നാണ് വരിക. -2y എന്നാണ് എനിക്ക് ഉത്തരം കിട്ടുന്നുണ്ടാവുക. കിട്ടിയോ? അല്ലടാ മക്കളെ, ആലോചിച്ച് നോക്കിയാൽ -2y എന്നുള്ളതാണ് ഉത്തരം കിട്ടുക. ഇനി എനിക്കറിയേണ്ടത് ഈ എക്സിൻ്റെ വൈൻ്റെ വാല്യൂ എത്രയാണ്. അവരോട് ചോദിച്ചിട്ടുണ്ട് 110 എന്ന് പറഞ്ഞിട്ടുണ്ട്, 110 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 1 ആണ് എക്സ്, ഈ 1 ആണ് വൈ, ഈ 0 ആണ് ഇസഡ്. ഇങ്ങനെയല്ലേ വരുന്നുണ്ടാവുക. ആലോചിച്ച് നോക്കിയേ, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചോ, ഈ എക്സിന് വൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1 6y എന്ന് പറഞ്ഞാൽ 6 എന്നാണ് ഇതിൻ്റെ ഉത്തരം വരുന്നുണ്ടാവുക. ഈ എക്സിൻ്റെ വാല്യൂ 6 എന്നാണ് വരുന്നുണ്ടാവുക. ഇനി അടുത്തത് ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട്, അപ്പോൾ 6 - 1 2z 0 എന്നാണ് വരുന്നുണ്ടാവും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5 എന്ന് ഉത്തരം വരുന്നുണ്ടാവും. ഇനി ഇവിടെ നമുക്ക് 2 - y എന്നല്ലേ വരുന്നുണ്ടാവും. അപ്പോൾ -2 എന്നാണ് ഉത്തരം വരുന്നുണ്ടാവുക അല്ലേ. -2y - 2 എന്ന ഉത്തരം വരുന്നുണ്ടാവുക. അപ്പം x, y, z കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് കിട്ടുന്ന ഉത്തരം 6 കിട്ടാനുണ്ടാവും. പിന്നെ വൈക്ക് കിട്ടുന്ന വാല്യൂ 5 കിട്ടുന്നുണ്ടാവും, മറ്റേതിന് -2 എന്ന് കിട്ടുന്നുണ്ടാവും. സോ ഇതിനെ ഞാനൊരു IJK ഫോർമാറ്റിലേക്കാണ് 6i + 5j - 2k എന്നുള്ള ഉത്തരം കിട്ടുന്നുണ്ടാവും. ആണോ? -2k ഒന്നും ഉത്തരമില്ല, +2k എന്നാണ് ഉത്തരം അല്ലേ. ചെറിയതായിട്ട് മാറിപ്പോയിട്ടുണ്ട്, പക്ഷേ ഇത് +2k തന്നെയായിരിക്കും ഉത്തരം വരുന്നുണ്ടാവും. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. സോ ദിസ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. സോ ബേസിക്കലി ഇവിടെ തരുന്നതെന്ന് വെച്ചാൽ ദിസ് വിൽ ബി എ വേരിയബിൾ പൊട്ടൻഷ്യലാണ് തന്നിട്ടുള്ളത്. വേരിയബിൾ പൊട്ടൻഷ്യൽ 6xy - y + 2yz എന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനത്തിലും എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, വൈ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഇസഡ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ് ഡയറക്ഷനിലുള്ള ഇ കിട്ടും, വൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ വൈ ഡയറക്ഷനിലുള്ളത് കിട്ടും, ഇസഡ് ചെയ്യുമ്പോൾ ഇസഡ് ഡയറക്ഷനിലുള്ളത് കിട്ടും. ഈ സാധനങ്ങൾ മൂന്നും കൂടി കമ്പൈൻ ചെയ്ത് തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ഹിയർ. കിട്ടുന്നുണ്ടോ മക്കളെ?
സോ ഇതാണ് സംഭവം ചെയ്യണം കേട്ടോ. സോ വലിയ സംഭവങ്ങളാക്കേണ്ട, ഭയങ്കര കൂളാക്കി ചെയ്താൽ മതി. സോ ആരാ പറഞ്ഞത്? മുസ്തഫ ഇങ്ങനെ പറയുന്നുണ്ട്, മുസ്തഫക്ക് സിമ്പിൾ ഇൻ്റഗ്രേഷൻ ആയിരുന്നു. എടാ എല്ലാവർക്കും സിമ്പിൾ ഇൻ്റഗ്രേഷൻ ആവില്ല. നമ്മുടെ കൂട്ടത്തിൽ പഠിക്കുന്ന ആൾക്കാരിൽ ഒരുപാട് ആൾക്കാർ നല്ലോണം സ്പീഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ സ്പീഡ് തന്നെ ചെയ്യുക, ഭയങ്കര സ്പീഡ് ചെയ്ത് പഠിക്കുക. അല്ലാത്ത ആൾക്കാർ ഇങ്ങനെ സ്ലോ ആയിട്ട് ചെയ്യുക. എൻ്റെ മുന്നിലേക്കുള്ള കുട്ടികളിൽ അധികം ആൾക്കാരും എനിക്കറിയാം അവർ ഇത് എങ്ങനെയാണ് ചെയ്യുക, അതെന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാത്ത ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യില്ല, ഒരുപാട് ലാഗ് അടിപ്പിക്കാത്ത രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഉറപ്പാണല്ലോ അല്ലേ? സോ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാം. ആരാ പറഞ്ഞ സൂപ്പർബ് എന്ന്? മുസ്തഫ, താങ്ക് യു. സോ ഇതിനെ എൻ്റെ ഒരു ടോപ്പ് ഫാനായിട്ട് പ്രഖ്യാപിച്ചാലോ, മുസ്തഫ അത്തിക്കൽ. സോ ആൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് പി ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഇൻറ്റൻസിറ്റി ഇ. കണ്ടോ കേട്ടോ, ഒരു ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിനെ പറ്റിയിട്ടാണ് പറയുക. ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ പി ആണ് തരുന്നത്, അത് ഇലക്ട്രിക് ഫീൽഡ് ഇയിൽ വെച്ചിട്ടുണ്ട്. ദ ഡൈപോൾ അക്വേഴ്സ് എ പൊസിഷൻ സച്ച് ദാറ്റ് ദ ആക്സിസ് ഓഫ് ദ ഡൈപോൾ മേക്സ് ആൻ തീറ്റ. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ നമുക്കറിയാൻ പറ്റും, ഒരു ഡൈപോൾ വെച്ചിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് ഒരു തീറ്റ ആംഗിളിൽ കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ടാവും. സോ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ് അസ്യൂമിംഗ് ദാറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഡൈപോൾ ടു ബി 0 അറ്റ്, ഉറപ്പായിട്ടും അങ്ങനെ തന്നെ. നമ്മൾ നോക്ക്, ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതിനകത്ത് ഒരു ഇലക്ട്രിക് ഡൈപോൾ, ഞാനൊരു ഡൈപോൾ പച്ച നിറത്തിൽ വരയ്ക്കാം, ഇതിങ്ങനെ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് ഡൈപോൾ മൊമെൻ്റ് ആണ്, ഇത് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. ആ സമയത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും ഉണ്ടാവുക. കാരണം വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ പി ഇ കോസ് തീറ്റ എന്നാണ് വരുന്നുണ്ടാവുക. സോ ആ കോസ് തീറ്റ 90 വന്നപ്പോൾ അങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ കഥയൊക്കെ ആക്ച്വലി നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിനെ പറ്റിയിട്ടുള്ള കുറച്ച് കഥകൾ അറിയാമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ നോർമലി നമുക്ക് അറിയുന്ന തള്ളു തന്നെയാണ്. The torque and potential energy of the dipole moment respectively will be, simple question ആണല്ലേ. Tau is equal to P ക്രോസ് ഇ എന്നും പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു പി ഡോട്ട് ഇ എന്നുമാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നുണ്ടാവുക. സോ ഇവിടെ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്, ഇത്രേ ഉള്ളൂ. അത് മൈനസ് പി ഡോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു മൈനസ് ഉണ്ട്, അതവിടെ കൺവെൻഷനലി നമ്മൾ ഇട്ട സാധനമാണ്, വരാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വരിക. ഇത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഈസ് പി ഇ സൈൻ തീറ്റ എന്ന് വരുന്നുണ്ടാവും, മൈനസ് പി ഡോട്ട് ഇ മൈനസ് പി ഇ കോസ് തീറ്റ എന്ന് വരുന്നുണ്ടാവും. സോ ദിസ് ഈസ് എ ഡയറക്റ്റ് തിയററ്റിക്കൽ ക്വസ്റ്റൻ ആണ്. നമുക്കിത് അറിയാമെങ്കിൽ ഡൈപോളിനെ പറ്റിയിട്ട് തിയറി ഞാൻ വേറൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ ഡൈപോൾ എന്ന് പറയുന്നത് തന്നെ ഒരു ടോപ്പിക്കാണ്, അതിനകത്തുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിൽ ബി ഡിസ്കസിങ് ഇൻ അനദർ ക്ലാസ്. ദിസ് ഇസ് ജസ്റ്റ് എ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. സോ അത് വെച്ചിട്ട് ഇങ്ങനെ ഡയറക്റ്റ്ലി ഉത്തരം കുത്താണെങ്കിൽ ഐ വിൽ ബി ഉത്തരം കുത്താൻ പറ്റുന്ന സാധനം എന്താ ചോദിച്ചിട്ടുള്ളത്? പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോർക്ക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ആദ്യം സൈൻ തീറ്റ കണ്ടുപിടിക്കണം, പി കോസ് തീറ്റ. ഒന്നാമത്തെ ഓപ്ഷൻ ഞാൻ ആൻസർ ആയിട്ട് കൊടുക്കും. സോ ഐ വിൽ ബി ഗോയിങ് ടു ദ 14th ക്വസ്റ്റ്യൻ. കിട്ടിയോ? ഇതൊരു വണ്ടർഫുൾ ക്വസ്റ്റ്യനാണ്, അടിപൊളി ക്വസ്റ്റ്യനാണ്. ഞാൻ കുറച്ച് നേരം മുന്നേ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കി സാധനങ്ങളാണ്. ഒരു റീജിയണിൽ അവിടെ പറയണം സർട്ടൻ റീജിയൻ ദ സ്പേസ് ഓഫ് വോളിയം 0.2, അവിടെ ഞാൻ പറഞ്ഞു അറിയുന്ന കിട്ടുന്ന സാധനമാണ്. വോളിയം 0.2 മീറ്റർ ക്യൂബാണ്. അവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ടു ബി പൊട്ടൻഷ്യൽ ഉള്ളത് 5 വോൾട്ട് ആണ് ത്രൂ ഔട്ട് 5 വോൾട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വോളിയം ഒരു ഏരിയ വരക്കാണ് കേട്ടോ, ഒരു ഏരിയ വരക്കാണ്. ഏരിയൻ്റെ വോളിയം എത്രയായിരുന്നു വെച്ചാൽ 0.2 മീറ്റർ ക്യൂബ് ആയിരുന്നു. ഇവിടെ ത്രൂ ഔട്ട് ഇതിൻ്റെ മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് എന്താ ഉള്ളത്? 5 വോൾട്ടാണ് എന്തുള്ളത്? പൊട്ടൻഷ്യൽ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഇതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ സാധനം എങ്ങനെ ആയിരിക്കുന്ന മക്കളെ? എപ്പോഴും ഞാൻ കുറച്ച് നേരം മുന്നേ പറഞ്ഞിരുന്നു അല്ലേ? എവിടെ പറഞ്ഞിരുന്നത്? എവിടെ ഒരു ഡയഗ്രാം വരച്ചില്ലേ? എവിടെ ഡയഗ്രാം വരച്ചത്? നമ്മളൊരു 6 ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്ത് എവിടെയായിരുന്നു? ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? ഈ ക്വസ്റ്റ്യൻ ചെയ്ത് അയ്യോ എവിടെ പോയ ക്വസ്റ്റ്യൻ? നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വെച്ചിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോവാന്നൊക്കെ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ഇതാ ഇങ്ങനെ വരച്ചു, ഇത് വരച്ചിട്ട് നമ്മൾ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓൾവേസ് ഈ ഫീൽഡ് ലൈൻസ് പോകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും എന്ന് പറഞ്ഞത്? ഈ ചാർജ് കൂടുതലുള്ളിടത്ത് നിന്ന് ചാർജ് കുറവുള്ളിടത്തേക്കായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് എന്ത് പോകുന്നുണ്ടാവുക? ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോവാന്നല്ലേ പറഞ്ഞത്? അപ്പോൾ എപ്പോഴും ഫീൽഡ് ലൈൻ ഉണ്ടാവണമെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു ഹയർ പൊട്ടൻഷ്യലും മറ്റേ സ്ഥലത്ത് ഒരു ലോവർ പൊട്ടൻഷ്യലും ഉണ്ടാവണം. ജസ്റ്റ് ഇമാജിൻ, ഇവിടെ ഒരു പൊട്ടൻഷ്യലും അതേ പൊട്ടൻഷ്യൽ ഇപ്പുറത്ത് വന്ന് വിചാരിച്ചു. രണ്ട് സൈഡിലും സെയിം പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇതിൻ്റെ നടുവിലൊരു ഫീൽഡ് ഉണ്ടാവാതിരിക്കുമോ? ഉണ്ടാവില്ല. എവിടെയാണോ കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ളത് അവിടെ നിന്ന് കുറഞ്ഞ പൊട്ടൻഷ്യലിലേക്കാണ് എപ്പോഴും എന്ത് വരുന്നുള്ളൂ? ഫീൽഡ് ലൈൻസ് വരുന്നുള്ളൂ. എന്നിട്ട് ഇവിടെ ഈ ക്വസ്റ്റിന് ചോദിച്ചു കാര്യം കേട്ടോ നോക്കട്ടോ. ഒരു വോളിയം സ്പേസ് ഉണ്ട്, ആ സ്പേസിൻ്റെ എല്ലായിടത്തും 5 വോൾട്ടാണ് പൊട്ടൻഷ്യൽ. എല്ലായിടത്തും പൊട്ടൻഷ്യൽ 5 വോൾട്ടാണ്. എല്ലായിടത്തും 5 വോൾട്ട് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല മക്കളെ? എന്തുണ്ടാവില്ല? അവിടെ ഈ പറയുന്ന ഫീൽഡ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലേ, വി തന്നിട്ടുണ്ട് ആൻഡ് ഫോൾ വി ഈസ് ഈക്വൽ ടു 5 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഈ കണ്ടുപിടിക്കാൻ പറയണം. ഈ കണ്ടുപിടിക്കണമെങ്കിൽ ഡെൽറ്റ വി അല്ലേ പറയാ, അല്ലെങ്കിൽ ചേഞ്ച് അല്ലേ, ഡിഫറൻഷ്യൽ അല്ലേ, ഡി വി ബൈ അല്ലേ പറയാ. നമ്മൾ കുറച്ച് നേരം മുന്നേ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയില്ലേ? അപ്പോൾ ഈ സാധനം ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ഈൻ്റെ വാല്യൂ വിൽ ബി 0. ഡെൽറ്റ വി ആണ് പറയാ, മൈനസ് ഗ്രേഡിയൻ്റാണ് പറയുന്നുണ്ടാവുക. ഡെൽറ്റ വി എടുക്കുന്ന സ്ഥലത്താണ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക? ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് കിട്ടുന്നുണ്ടാവുക. ഈ പറയുന്ന വോളിയത്തിലകത്ത് എത്ര വോളിയം തന്നാലും ഇതിൻ്റെ ഉള്ളിലേക്ക് ത്രൂ ഔട്ട് ഒരേ പൊട്ടൻഷ്യലാണെന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. മനസ്സിലാവണുണ്ടോ? കിട്ടിയോ? ഐഡിയ കിട്ടിയോ? കൺഫ്യൂഷൻസ് ഉണ്ടോ? സോ ഇതാണ് ഒരു സാധനം വരുന്നുണ്ടാവുക.
സോ 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. 15ാമത്തെ ക്വസ്റ്റ്യൻ ദ ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് ഫോഴ്സ് ആൻഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. ഇത് നിസ്സാര ക്വസ്റ്റ്യൻ അല്ലേ. എന്താ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ മക്കളെ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരേ പൊട്ടൻഷ്യലുള്ള സർഫസുകളെയാണ് നമ്മൾ ഇക്വി പൊട്ടൻഷ്യൽ എന്ന് പറയുന്നുണ്ടാവുക. ഇക്വി എന്ന് പറഞ്ഞാൽ ഈക്വൽ പൊട്ടൻഷ്യലുള്ള സർഫസ്. ഇവിടെ ഞാനിതൊരു ഇലക്ട്രിക് ഫീൽഡ് വരച്ചു എന്ന് വിചാരിച്ചോ. ഇലക്ട്രിക് ഫീൽഡ് വരച്ചാൽ ഇക്വി പൊട്ടൻഷ്യൽ എവിടെ, ഇവിടെ ഈക്വൽ ആണ്, ഇതിൽ ഈക്വൽ ആയിരിക്കും, ഇതിൽ ഈക്വൽ ആയിരിക്കും, ഇതിൽ ഈക്വൽ ആയിരിക്കും, ഇതിൽ ഈക്വൽ. നമ്മൾ പറഞ്ഞ ഒരേ ഡിസ്റ്റൻസിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും കൂടി ചേർത്ത് ഞാനൊരു സർഫസ് ഇവിടെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ദിസ് വിൽ ബി അനദർ ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. ഈ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളിൽ എത്ര ആംഗിളിലായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൾവേസ് 90 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ മാത്രമാണോ പറ്റുള്ളൂ? അല്ല, ഏത് ഡയറക്ഷനിൽ വേണമെങ്കിൽ വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറയാം, ഒരു പോയിന്റ് ചാർജാണെന്ന് വിചാരിച്ചോ. ഒരു ക്യൂ എന്ന് പറഞ്ഞ ഒരു ചാർജ് ആണെങ്കിൽ ഇതിന് ചുറ്റും ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഒരേ റേഡിയസിലുള്ള സ്ഥലമായിരിക്കും. ഇതൊരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ്. അതായത് ഈ ഏത് പോയിന്റിലും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇവിടെ ഞാൻ ഏത് പോയിന്റ് ഈ സർക്കിൾ വരച്ചാലും ഒരേ സാധനമായിരിക്കും ഉണ്ടാവുക. ഇത് വേറൊരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ഇതും അടുത്ത ഇക്വി പൊട്ടൻഷ്യൽ, ഇതിനകത്ത് ഓരോന്നിലും എന്തുണ്ടാവും, ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായി വരുന്നുണ്ടാവുക. കിട്ടാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഫീൽഡ് ലൈൻ എങ്ങനെ ആയിരിക്കും പോകും, ഫീൽഡ് ലൈൻ ഈ ക്യൂവിൽ നിന്ന് ഇങ്ങനെ പോകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സർഫസും ഇത് നമ്മൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. സോ ഇക്വി പൊട്ടൻഷ്യൽ സർഫസുകളും ഈ ഫീൽഡ് ലൈൻസും തമ്മിൽ എന്താണ് ഒരു 90 ഡിഗ്രിയാണ് വരുന്നുണ്ടാവുക. സോ ഡയറക്റ്റ്ലി നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിക്കും. ഇത് നിങ്ങൾ തെറ്റിക്കും. അത് മനഃപൂർവ്വം അവിടെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തപ്പോൾ എന്താ പറയുക, പർപ്പസ്ഫുള്ളി സെലക്ട് ചെയ്ത് വെച്ചൊരു ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. സോ ഭയങ്കര സിമ്പിളായിട്ട് പറയുന്നുണ്ട്. ഒരു ഇ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇൻസൈഡ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ. വളരെ സിമ്പിളാണ്. ഒരു പ്ലേറ്റ് ഉണ്ട്, പ്ലേറ്റ് പ്ലസ് ക്യൂ ആണ്, മറ്റേ പ്ലേറ്റ് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, വരയ്ക്കുക, വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത് ഫിസിക്സ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള മിനിമം പരിപാടിയാണ്. എന്ത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും യു ഹൗ ടു ഡു ദിസ് തിങ്. ഒരു പ്ലസ് ക്യൂ ചാർജുള്ള മൈനസ് ക്യൂ ചാർജുള്ള രണ്ട് പ്ലേറ്റുകൾ, ഈ രണ്ട് പ്ലേറ്റുകളുടെ നടുവിൽ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ? നമുക്ക് ഉറപ്പായിട്ട് അറിയാം, പ്ലസ് ക്യൂ നിന്ന് മൈനസ് ക്യൂയിലേക്ക് എപ്പോഴും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഇ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ എന്ത് കണ്ടുപിടിക്കാനാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ ദ പ്ലേറ്റ് ഹാവിങ് മൈനസ് ക്യൂ ഡ്യൂ ടു ദ പ്ലേറ്റ്. അതായത് ഈ മൈനസ് ക്യൂ എന്ന് പറയുന്ന ഈ പ്ലേറ്റില്ലേ, ഞാനിപ്പോൾ യെല്ലോയിൽ മാർക്ക് ചെയ്യുന്ന ഈ പ്ലേറ്റ്, ഈ പ്ലേറ്റിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോഴ്സ് എത്രയാണ് ഡ്യൂ ടു ഈ പ്ലസ് ക്യൂ, ഈ സാധനം വെച്ചിട്ടുള്ളത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക. സോ ഭയങ്കര സിമ്പിളാണ്. എന്താ പറയുക, ഫോഴ്സ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ എന്നാണ് പറയുക. ചാർജ് ഇൻറ്റു എന്താ പറയുക, ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. സോ ഭയങ്കര സിമ്പിളാണ്. ഇവിടെ ചാർജ് വന്നിട്ടുള്ളത് മൈനസ് ക്യൂ ആണ്. സോ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ ഇൻറ്റു ഇ എന്നുള്ള ഉത്തരം എടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ഈ തന്നിരിക്കുന്ന ഇയില്ലേ, ഈ ഇ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു പ്ലേറ്റും ഈ ഒരു പ്ലേറ്റും രണ്ടാളും കൂടി ഒരുമിച്ച് ഉണ്ടാക്കിയുള്ള ഇ ആണ് അവിടെ കിടക്കുന്ന ഇ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ആകെപ്പാടെ ഈ പ്ലസ് ക്യൂ എന്നുള്ള പ്ലേറ്റ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇത് മാത്രം ഉണ്ടാക്കുന്ന ഇ എത്രയായിരിക്കും? അതിൻ്റെ ടോട്ടൽ E/2 ആയിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കപ്പാസിറ്ററിൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് രണ്ട് പ്ലേറ്റുകളും കൂടി ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു പ്ലേറ്റ് മറ്റേ പ്ലേറ്റിൽ എത്ര ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്ലേറ്റ് മാത്രം ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡല്ലേ അവിടെ കൂട്ടാൻ പറ്റുള്ളൂ, ഇപ്പുറത്തെ പ്ലേറ്റ് കൂട്ടാൻ പറ്റില്ലല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എഫ് വിൽ ബി ഈക്വൽ ടു മൈനസ് ക്യൂ ഇൻറ്റു E/2 എന്നുള്ളതായിരിക്കും അതിൻ്റെ ഉത്തരം വരുന്നുണ്ടാവുക. അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾസ് ആണ്. സോ ഇവിടെ ഭയങ്കര സിമ്പിളാണ്. പക്ഷേ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുമ്പം ഈ എടുക്കുമ്പോൾ രണ്ട് പ്ലേറ്റിൻ്റെയും കൂടിയാണെന്നുള്ളത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഉത്തരം വിൽ ബി മൈനസ് ക്യൂ ഇൻറ്റു E/2. എവിടെന്നാ ഈ മൈനസ് വന്നത് ഈ ക്യൂ മൈനസ് ക്യൂവിൻ്റെ ആണല്ലോ ചോദ്യം ചോദിച്ചത്. എവിടെന്നാ E/2 വന്നത്? E/2 ആണ് ഈ പറയുന്ന ഈ റെഡിൽ മാർക്ക് ചെയ്ത പ്ലേറ്റ് ഉണ്ടാക്കുന്ന അതിൻ്റെ മാത്രം ഇലക്ട്രിക് ഫീൽഡ് E/2 ആണ് വരുന്നുണ്ടാവുക. കിട്ടിയോ? 17ാമത്തെ ക്വസ്റ്റ്യൻ. ആൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ at the point of distance r from a short dipole is proportional to. Direct equation ആണ്. Potential V from a dipole is equal to K into P by R square. ഇത്രേ ഉള്ളൂ. K into P by R square. ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ഒരു കോസ് തീറ്റ എന്നും കൂടി അവിടെ ഇടും. K എന്താണ്? K നമ്മുടെ മറ്റേ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് എന്താ വരുന്നുണ്ടാവുക? 1/4πε0. P എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് ആണ്. കോസ് തീറ്റ അതിൻ്റെ ഒരു ആംഗിൾ വരുന്നുണ്ടാവുക. ആൻഡ് വാട്ട് വിൽ ബി ദാറ്റ്? R square അങ്ങനെ വരുന്നുണ്ടാവുക. അപ്പോൾ V is inversely proportional to R square എന്നാണ് വരുന്നുണ്ടാവുക. R⁻². ഡയറക്ട്ലി ആൻസർ ചെയ്തു വരാം. 18ാമത്തെ ക്വസ്റ്റ്യൻ. എ കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് ബൈ എ. ഇത് കൊള്ളാം. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. നൈസ് ക്വസ്റ്റ്യൻ. സോ ലെറ്റ് us discuss this thing. കിട്ടോ? ആരാ പറയുക? എല്ലാവരും ഓടി രക്ഷപ്പെട്ടോ? എന്താ നോ സർ ഐ ആം എ സ്ലോ വൺ. ആരോ പറയുന്നുണ്ട്, മുസ്തഫ പറയണ. മുസ്തഫയെ സ്ലോ വൺ ആണ് നാളെ. എല്ലാവരും സ്ലോ വൺ ആയിരുന്നോ? ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് ഐ വാസ് എ വെരി സ്ലോ വൺ ആൻഡ് നൗ ഓൾസോ ഐ എം വെരി സ്ലോ വൺ. ബിക്കോസ് ഞാനിപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ജിമ്മിലൊക്കെ പോലെ എൻ്റെ മസിൽ ഉണ്ടാക്കില്ല. അങ്ങനെ വെച്ചാൽ പണിയെടുത്താണ് നമ്മൾ സ്പീഡാക്കി പറയുന്നുണ്ടാവുക. ആൻഡ് നിങ്ങളിപ്പോൾ ചെയ്യുന്ന പണി എനിക്ക് എല്ലാ ദിവസവും കുറേ കുട്ടികൾ മെസ്സേജ് അയച്ചിട്ട് സാർ ഞാൻ എത്ര പണിയെടുക്കുന്നു എന്നിട്ടും എനിക്ക് കിട്ടുന്നില്ല. ഐ നോ ദാറ്റ് ഇറ്റ് ഈസ് പെയിൻഫുൾ. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയും പണിയെടുക്കാനുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പണിയെടുത്ത്
എടുത്തു നമ്മളിപ്പോൾ പ്ലസ് ടുവിൽ പഠിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ പ്ലസ് ടുവിൽ പഠിച്ചതിന് 100 ഇരട്ടി പണി നമ്മൾ എടുത്തു. പക്ഷെ അത് പോരടാ, നമ്മുടെ എൻട്രൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് 1000 ഇരട്ടി പണി എടുക്കണം, 2000 ഇരട്ടി പണി എടുക്കണം, 10000 ഇരട്ടി പണിയുണ്ടോ, 1,00,000 ഇരട്ടി പണിയോ, ചിലപ്പോൾ അത്ര എത്തിക്കഴിഞ്ഞാൽ പിന്നെ 10 ലക്ഷം ഇരട്ടി പണിയോ 1 കോടി ഇരട്ടി പണിയൊക്കെ എടുക്കേണ്ടി വരും. എടുക്കാൻ വേണ്ടി റെഡിയാവും മക്കളെ, അടിപൊളിയാവും ലൈഫ്. സുഖമായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും, സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ഇവിടെ ചോദിക്കുന്നത് ഒരു കപ്പാസിറ്റർ ചാർജ് ബൈ എ ബാറ്ററി. ഒരു ബാറ്ററി വെച്ചൊരു കപ്പാസിറ്റർ ചാർജ് ചെയ്തു. ഓക്കെ, റെഡി. ദ ബാറ്ററി ഈസ് റിമൂവ്ഡ്, ആ ബാറ്ററി ഒഴിവാക്കി. ആൻഡ് അനദർ ഐഡൻറ്റിക്കൽ അൺചാർജ്ഡ് കപ്പാസിറ്റർ, ചാർജ് ചെയ്യാത്ത ഒരു കപ്പാസിറ്റർ എടുത്തിട്ട് അതിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് എങ്ങനെ വെച്ചു, പാരലലി കണക്ട് ചെയ്ത് വെച്ചു. അതിനാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഓഫ് ദ റിസൾട്ടിങ് സിസ്റ്റം എത്രയായിരിക്കും വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക. സോ നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ആദ്യം എന്താ ചെയ്തത്, ആദ്യം ഒരു കപ്പാസിറ്റർ ഉണ്ടായിരുന്നു. ആ കപ്പാസിറ്ററിലേക്ക് എന്ത് ചെയ്തു, ഒരു ബാറ്ററി വെച്ചിട്ട് ആ സാധനത്തിനെ ചാർജ് ചെയ്തു. അപ്പോൾ ഇവിടെ ഫുള്ള് ചാർജ് നിറഞ്ഞേ. അപ്പോൾ അതിനകത്ത് വരുമ്പം ഒരു എനർജി ഉണ്ടായിരുന്നു, ഒരു എനർജി ഉണ്ടായിരുന്നു. എനർജി എങ്ങനെ കൂട്ടാൻ മക്കളെ, ഹാഫ് ഇൻറ്റു സി വി സ്ക്വയർ എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് അല്ലേ. എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഇത്ര എനർജി ഇവിടെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ നിന്ന് എന്ത് റിമൂവ് ചെയ്തു, ഇവിടെ നിന്ന് ഈ ഒരു ബാറ്ററി റിമൂവ് ചെയ്തിട്ട് ഇതേപോലത്തെ വേറെ ഒരു എന്തും കൂടി വെച്ചു, ഒരു എന്താ വെച്ചത്, ഒരു കപ്പാസിറ്റർ വെച്ചു. അങ്ങനെയാണെങ്കിൽ എനർജിയിൽ എന്ത് ചേഞ്ച് ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിച്ചത്, ഇനീഷ്യലി ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അതിനകത്തേക്ക് നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്തു. എന്ത് സംഭവിച്ചു, ഇതിൻ്റെ ഉള്ളിൽ കുറേ ചാർജുകൾ വന്ന് നിറഞ്ഞു തന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് +Q ആണെങ്കിൽ മറ്റേ സ്ഥലത്ത് -Q ചാർജുകൾ വന്ന് നിറഞ്ഞു തന്നു. ഇനി എന്ത് ചെയ്തു, നമ്മൾ ഈ ബാറ്ററി റിമൂവ് ചെയ്തിട്ട് അതേപോലത്തെ ഒരു കപ്പാസിറ്റർ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചു. വാട്ട് വിൽ ഹാപ്പൻ, ഡെഫിനറ്റ്ലി ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴുകും. അങ്ങനെ ഒഴുകുന്ന സമയത്ത് വാട്ട് വിൽ ബി ഒക്കെ എന്ന് വെച്ചാൽ ഇനീഷ്യലി ഇവിടെ ഉണ്ടായിരുന്ന V എത്രയാണോ ആ V ഇങ്ങോട്ടേയും കൂടി സ്പ്ലിറ്റ് ആയിട്ട് ടോട്ടൽ V എത്രയാണെന്ന് വെച്ചാലോ ഫൈനൽ V വിൽ ബിക്കം V/2 ആയിട്ട് മാറുന്നുണ്ടാവും. ഉറപ്പാണല്ലോ അല്ലേ. സിക്ക് എന്ത് സംഭവിക്കും, വാട്ട് വിൽ ഹാപ്പൻ ടു ദ സിക്ക് എന്താ സംഭവിക്കുന്നുണ്ടാവുക, ഇനീഷ്യലി ഇവിടെ കപ്പാസിറ്റൻസ് C ആയിരുന്നു, ഇവിടെ കപ്പാസിറ്റൻസ് C ആയിരുന്നു. ഫൈനൽ C എത്ര വരുന്നുണ്ടാവുക, C എഫക്റ്റീവ് വിൽ ബി ഈക്വൽ ടു C+C എന്ന് വരും. ദാറ്റ് വിൽ ബി 2C എന്ന് വരും. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ V/2 ആയി, C എത്രയായി 2C ആയി മാറി. അങ്ങനെയല്ല വന്നത്. അപ്പോൾ ഇവിടെ Eക്ക് എന്ത് പറ്റും, E ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സി വി സ്ക്വയർ അല്ലേ വരുന്നുണ്ടാവുക, ആണോ, ഹാഫ് ഇൻറ്റു സി വി സ്ക്വയർ എന്നാണ് വരുന്നുണ്ടാവുക. സോ ദാറ്റ് ഈക്വൽ ടു ഇവിടെ പുതിയ C വന്നത് ഹാഫ് ഇൻറ്റു 2C എന്നാണ്. ഇൻറ്റു V സ്ക്വയർ എന്ന് പറഞ്ഞത് V²/4 എന്ന് വരും അല്ലേ. V/2 ദ ഹോൾ സ്ക്വയർ ആണ്, V²/4 എന്ന് വരുന്നുണ്ടാവും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എത്രയാണ് വന്നതെന്ന് നോക്കിക്കോട്ടോ, ഹാഫ് ഇൻറ്റു ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിൽ ബി 2. ഇപ്പോൾ ഹാഫ് CV² ഡിവൈഡഡ് ബൈ 2 എന്നാണ് വന്നത്. ഹാഫ് CV² ആദ്യം എനർജി ആയിരുന്നു, അതിൻ്റെ പകുതിയായിട്ട് എനർജി കുറഞ്ഞു പോയി. സോ നോക്കിക്കുക, ഡിക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 2 എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നുണ്ടാവുക. സോ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കണം. ആദ്യം ചാർജ് ചെയ്തിരുന്നു, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് കപ്പാസിറ്റി കൊണ്ട് വെച്ചപ്പോഴത്തേക്കും അതിൻ്റെ ചാർജ് അങ്ങോട്ട് ഫ്ലോ ചെയ്തിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഹാഫായിട്ട് ഡ്രോപ്പായി, അതിൻ്റെ കപ്പാസിറ്റൻസ് ഡബിൾ ആവുകയും ചെയ്തു. അപ്പോൾ ഹാഫ് CV² എന്നുള്ള ഇക്വേഷനിലേക്ക് ഇടുമ്പോഴത്തേക്കും V/2 ദ ഹോൾ സ്ക്വയറും വരും, 2C വരും. ക്യാൻസൽ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വിൽ ബി കിട്ടി. ആദ്യം ഉണ്ടായിരുന്ന എനർജിയുടെ പകുതിയായിട്ട് കുറയാണ് ചെയ്യുന്നുണ്ടാവുക. കിട്ടിയോ, മനസ്സിലായോ, കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. 19ാമത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ദ മെറ്റൽ പ്ലേറ്റ്സ് ഓഫ് ആൻ ഐസൊലേറ്റഡ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ C ഹാവിംഗ് എ ചാർജ് Q ആൻഡ് A ഈസ്, അതായത് നമ്മൾ കുറച്ച് നേരം മുന്നേ ചെയ്ത അതേ ക്വസ്റ്റ്യൻ്റെ ബാക്കി സാധനം കേട്ടോ. ഒരു എന്താ പറയുക, മെറ്റൽ പ്ലേറ്റ്സ് ഓഫ് ഐസൊലേറ്റഡ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ഒരു ഇതുണ്ട്, ഒരു പ്ലേറ്റ് ഉണ്ട്, അടുത്ത പ്ലേറ്റ് ഉണ്ട്, അതിൻ്റെ സാധനം C ആണ്, അതിനകത്ത് ചാർജ് Q ആണ്, ഇതിനകത്ത് A ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് ഫോഴ്സ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം മുന്നേ ചെയ്തില്ലേ, ഒരു Q+Q ചാർജുള്ള സ്ഥലം, ഒരു -Q ചാർജുള്ള സ്ഥലം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെ ഉണ്ടാവും എന്നാണ് ചോദിക്കുക. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ആണോ, അല്ല. നമുക്കറിയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് കൂട്ടും തോറും ഫോഴ്സ് കുറഞ്ഞു വരുന്നുണ്ടാവും. ആൻഡ് കുറയ്ക്കും തോറും ഫോഴ്സ് കൂടും. നമുക്കറിയാലേ 1/4πf ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² വരുന്നത്. ലീനിയർലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്. എന്താ ഉത്തരം വരുന്നുണ്ടാവും മക്കളെ? സോ ബേസിക്കലി ഇതിൻ്റെ ആൻസർ വരുന്നുണ്ടാവും പ്രൊപ്പോർഷണൽ ടു ദ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ F ഈസ് ഈക്വൽ ടു 1/4πf/R² എന്നുള്ളതാണ് ഉത്തരം വരുന്നുണ്ടാവുക. കൃത്യമായിട്ട് എടുക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ കുറച്ച് നേരം മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സോ ഐ തിങ്ക് ലൈക്ക് യു ക്യാൻ ഡു ഇറ്റ് ആസ് എ ഹോംവർക്ക്. തനിയെ ചെയ്യാൻ പറ്റുന്ന ധൈര്യമുള്ള ആൾക്കാർ തനിയെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തൊട്ട് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. 27 ഡ്രോപ്സിൻ്റെ ഒരു കണക്ക്. 27 എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ. സെയിം സൈസ് ആർ ചാർജ് ടു 220 വോൾട്ട് ഈച്ച്. ഓരോന്നും 220 വോൾട്ടിലേക്ക് ചാർജ് ചെയ്ത് വെച്ചു. ഓരോന്നിൻ്റെ പൊട്ടൻഷ്യൽ അവിടെ തന്നിട്ടുണ്ട് 220 വോൾട്ട് എന്നാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ഡ്രോപ്പ് ഉണ്ട്, കുഞ്ഞ് ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 220 വോൾട്ട് എന്നാണ് വരുന്നുണ്ടാവുക. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരെല്ലാവരും കൂടി ഒരു ബിഗ്ഗർ ഡ്രോപ്പായിട്ട് മാറിക്കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ ബിഗ്ഗർ ഡ്രോപ്പ്. ഞാൻ കുറച്ച് നേരം മുന്നേ ഇത് സോൾവ് ചെയ്തിരുന്നു. വലിയ ഡ്രോപ്പായിട്ട് മാറുമ്പോൾ ഇതിൻ്റെ R കൂടി വരും. R വിൽ ബിക്കം എത്ര R ആയി മാറുമെന്ന് പറഞ്ഞാൽ 3 സ്മോൾ R ആയിട്ട് മാറും എന്നുള്ളതാണ് ഉത്തരം പറഞ്ഞിട്ടുണ്ടാവുക. ആൻഡ് അതിൻ്റെ ടോട്ടൽ ചാർജ് വരുമ്പം 27 ആയിട്ട് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ആൻഡ് ഫൈനലി നമ്മൾ ഇനീഷ്യലി നടന്ന ഒരു ഫൈനൽ കണ്ടുപിടിച്ചത് 9 ഇനീഷ്യൽ U എന്നുള്ളതാണ് നമുക്ക് ഉത്തരം
കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. എവിടെ കണ്ടുപിടിച്ചതെന്നറിയോ? നേരെ മേളത്തെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, എവിടെ ക്വസ്റ്റ്യനടാ, ക്വസ്റ്റ്യൻ പോയോ? ഇവിടെ നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു എക്സ്പ്രഷൻ നമ്മൾ കണക്ക് കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു, 27ൻ്റെ കണക്ക്. അതേ സാധനം തന്നെയാണ് വന്നത്. സോ ഇവിടെ നമുക്ക് വളരെ എളുപ്പം 9u എത്രയാണ് തന്നിട്ടുണ്ട്, 200. അതേപോലെ തന്നെ ചെയ്യാൻ 9u എന്ന് കിട്ടും. അപ്പോൾ 9 × 220 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ. 9 × 220 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എവിടെ കിട്ടും ഉത്തരം മക്കളെ? അറിയാമല്ലേ, 900 × 200 × 20 എത്ര ഇവിടെ ഉത്തരം കിട്ടും. അപ്പോൾ അവസാനം തന്നെ ഉത്തരം ആണല്ലോ അല്ലേ. ഓക്കെ, ഇതാണ് ഉത്തരം വരുന്നുണ്ടാവും ഏകദേശം. സോ ഇത് ഡയറക്റ്റ്ലി സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഭയങ്കര കൂളായിട്ട് സാധനം ചെയ്തെടുക്കുന്ന നോക്കും. സോ ഇതാണ് സാധനങ്ങൾ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തെടുക്കുന്നുണ്ടാവുക. സോ ദിസ് ഈസ് ദ റൈറ്റ് സാധനങ്ങൾ. ഞാനിവിടെ നിങ്ങളോട് ആകെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ആകെ പറയാൻ ഉദ്ദേശിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ, ഇത് കഷ്ടപ്പാടിൻ്റെ ഒരു പരിപാടിയാണ് നീറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാൻ എത്രത്തോളം വില്ലിങ് ആവുന്നു അത്രത്തോളം അടിപൊളിയായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുള്ളതാണ്. നമ്മുടെ ചാനലിൽ വരിക, വീഡിയോസ് കാണാൻ, കാര്യങ്ങൾ നോക്കുക. എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ എല്ലാ ലൈവിലും കൊടുക്കാറുണ്ട്. ദിസ് ഈസ് 90 എടുത്തോ 9048292200 എന്നുള്ളതാണ്. എൻ്റെ പേര് ഡോക്ടർ ആഷിഖ് എന്നാണ്. ഐ ആം ഓൾസോ അവൈലബിൾ ഇൻ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, എല്ലായിടത്തും അവൈലബിൾ ആണ്. യു ക്യാൻ ഡെഫിനറ്റ്ലി സീ മീ ദെയർ. സ്നാപ്ചാറ്റിലുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് കുറവാണ് സ്നാപ്ചാറ്റിൽ, പക്ഷേ ബാക്കി എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. 9048292200 എന്തുണ്ടെങ്കിലും വിളിക്കാം. ഇപ്പോൾ സമയം 9:20. ഈ സമയം തീർന്നിട്ട് ഒരു 9:30 വരെ അല്ലെങ്കിൽ ഒരു 9:40 വരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോണിൽ ലൈവായിട്ടുണ്ടാവും. സോ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം, ചാനലിൽ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പോകാം. ലവ് യു ഓൾ. എന്താ പറയുക, ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ. മറ്റേ മോഹൻലാൽ പറയുന്ന പോലെ, മോഹൻലാലൊന്നും ആയിട്ടില്ല കേട്ടോ, അങ്ങനെ ഇതാക്കൊന്നും വേണ്ട. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങളിലും ബാക്കി സംഗതികളിലെല്ലാം അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്തോളാം, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. എന്തുണ്ടെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മറക്കണ്ട. ഞാനിതാ ഈ ലൈവ് ഒന്ന് എൻഡ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയിലേക്ക് പോവാണ്. എന്ത് ചെയ്യുക, അടുത്ത ദിവസങ്ങളിൽ അടുത്ത ലൈവിലേക്ക് വീണ്ടും വരിക. അടുത്ത DTSൻ്റെ കാര്യം മറക്കണ്ട. അടുത്ത DTS ഉള്ളത് 2 ദിവസം കഴിയുമ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. അതിലേക്ക് എന്തായാലും എക്സാം എല്ലാവരും എഴുതുക, ഡിസ്കഷന് വേണ്ടിയിട്ട് വരിക. ലൈവ് നിർത്തട്ടെ മക്കളെ, ബൈ. See you.